Hi all, welcome back to Varanda Race Malayalam YouTube channel. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം നമ്മൾ എന്താണ് ഹിസ്റ്ററിയുടെ ഒരു സീരീസ് ആയിരുന്നു എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഏൻഷ്യൻ ഹിസ്റ്ററിയിലാണ്. ഏകദേശം 5 ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. അപ്പോൾ അഞ്ചാമത്തെ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് നിർത്തിയത്? നമുക്കറിയാം ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ 2 മെയിൻ എംപയേഴ്സ്, അതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പോൾ അതിൽ മൗര്യൻ എംപയറും ഗുപ്ത എംപയറും വരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പ്രീ മൗര്യൻ, മൗര്യൻ, പോസ്റ്റ് മൗര്യനിലാണ് നിർത്തിയത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് എന്തായിരുന്നു? പോസ്റ്റ് മൗര്യൻ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ബാക്ക്ഗ്രൗണ്ടിലെ പിക്ചർ കാണുമ്പോൾ എന്താണ് അമ്പലം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഏകദേശം തമിഴ്നാട്ടിലെ കുറച്ച് അമ്പലങ്ങളും ഇതൊക്കെ എന്താണ് ഏകദേശം തെങ്ങുകളൊക്കെയാണ്. അപ്പോൾ ഏകദേശം ഏത് ഹിസ്റ്ററിയാണ് പറയുന്നത്? തമിഴ്നാട് കേരള ഹിസ്റ്ററിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ തമിഴ്നാട് കേരള ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടമാണ് വരുന്നത്? തമിഴ്നാട് കേരള ഹിസ്റ്ററി നമ്മൾ പറയുന്നത് സംഘ കാലഘട്ടമാണ്. സംഘ കാലഘട്ടം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? സംഘമേജാണ്, അതായത് സംഘകാലഘട്ടം കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സംഘകാലഘട്ടം ഏതാണ് പീരീഡ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് പറയുന്നത് നമ്മൾ പറഞ്ഞു എപ്പോഴും ഹിസ്റ്ററി പറയുന്നത് എന്താണ്? ഒരു നോർത്ത് പെർസ്പെക്റ്റീവ് ആയതുകൊണ്ട് നോർത്ത് എംപേഴ്സ് ആണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് ഏറ്റവും ഗോൾഡൻ പീരീഡ് ആയിട്ട് സൗത്തിന് നമുക്കെന്ന് പറയുമ്പോൾ എന്താണ് മലയാളികൾക്കും ഉള്ള ഒരു ഗോൾഡൻ പീരീഡ് ആണ് എന്തെന്ന് പറയുന്നത് സംഘമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം വരുന്നത് നിങ്ങൾക്കറിയാം നോർത്തിൽ മൗര്യൻസ് ഭരിക്കുന്ന കാലഘട്ടം. നോർത്തിൽ മൗര്യൻസ് ഭരിക്കുന്ന കാലഘട്ടം. ഓക്കെ, മൗര്യൻസ് നോർത്തിൽ വരുന്നത് ഏകദേശം ഏത് സമയത്താണ്? എറൗണ്ട് 300 BC ആണ്. 300 BC. അപ്പം നമ്മൾ ആ സമയത്തെ മാപ്പ് എന്താണ്? ആ സമയത്ത് ഇന്ത്യയുടെ മാപ്പ് ഏകദേശം എന്താണ്? ഇത് ഇന്ത്യ ആണെന്ന് വിചാരിച്ചാൽ എൻ്റയർ ഇന്ത്യ എന്താണ്? മൗര്യൻസിന് അണ്ടറിലായിരുന്നു. എക്സ്ട്രീം ഈ ഒരു ഭാഗം, എക്സെപ്റ്റ് ഈ ഒരു ഭാഗം എന്തായിരുന്നു? ഈ ഒരു ഭാഗം എക്സ്ട്രീം സൗത്ത് ഇന്ത്യ മാത്രം എന്താണ് മൗര്യൻസിന് അണ്ടറിൽ അല്ലായിരുന്നു. നമ്മൾ മൗര്യൻസ് പഠിച്ചപ്പോൾ പഠിച്ചാണ്. എന്തുകൊണ്ട് എക്സ്ട്രീം സൗത്ത് ഇന്ത്യ മൗര്യൻസിന് അണ്ടറിൽ അല്ലായിരുന്നു? അതിന് കാരണം ഇവിടെ ഉണ്ടായിരുന്ന രാജവംശങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ രാജവംശങ്ങൾ? ചോള, ചേര, പാണ്ഡ്യാസ്. ഈ 3 രാജവംശങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ത് മൗര്യൻ എന്ന് പറയുന്ന എംപയർ എക്സ്ട്രീം സൗത്ത് ഇന്ത്യയിലേക്ക് വരാഞ്ഞത്. അപ്പോൾ എക്സ്ട്രീം സൗത്ത് ഇന്ത്യയിലേക്ക് വരാഞ്ഞതിന് 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് മൗര്യൻസും ചോളചേര പാണ്ഡ്യാസും തമ്മിൽ ഫ്രണ്ട്ലി റിലേഷൻ ആയിരുന്നു. അതായത് ഇവർ നല്ല സൗഹൃദത്തിലായതുകൊണ്ട് തന്നെ അവരെന്താണ് ഇവരെ അറ്റാക്ക് ചെയ്തില്ല. രണ്ടാമത്തെ പെർസ്പെക്റ്റീവ് എന്താണ് പറയുന്നത്? ചേരചോള പാണ്ഡ്യാസ് അത്രയും സ്ട്രോങ് ആയിരുന്നു ദാറ്റ് മൗര്യൻ എന്താണ് ഇവരെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് മൗര്യൻസ് നോർത്തിലുള്ളപ്പോൾ സൗത്തിൽ ആരാണുള്ളത്? ചോള, ചേര, പാണ്ഡ്യാസ്. അപ്പോൾ ഈ ചോള, ചേര, പാണ്ഡ്യാസ് ഈ രാജാക്കന്മാർ ഇവിടെ ഭരിക്കുമ്പോൾ എഴുതപ്പെട്ട എന്താണ് ഒരു കൂട്ടം കൃതികൾ അതെല്ലാം കൂടെ ചേർത്ത് ആ തമിഴ് കവികളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സംഘം ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഈ 3 രാജവംശങ്ങളുടെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോക്കും. അതിനുശേഷമായിരിക്കും എന്ത് സംഘം ഏജ് അല്ലെ സംഘ കാലഘട്ടം നോക്കാൻ പോകുന്നത്. അപ്പൊ സംഘ കാലഘട്ടം എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഭരണ കാലഘട്ടം നോക്കുകയാണെങ്കിൽ 300 BC മുതൽ 300 AD വരെയാണ്. 300 BC മുതൽ 300 AD. 300 BCയിലെ നോർത്തിൽ ആരായി? മൗര്യൻസ് ആയി. സൗത്തിൽ ആരാണ്? ചോളചേര, പാണ്ഡ്യാസ്. പിന്നെ പോസ്റ്റ് മൗര്യന്റെ പീരീഡിലും പിന്നെ എന്താണ് AD സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ സൗത്തിൽ എന്താണ് നടക്കുന്നത്? സംഘ കാലഘട്ടവും ഈ 3 രാജവംശങ്ങളുമാണ് നടക്കുന്നത്. നിങ്ങൾക്ക് മാപ്പിൽ നിന്ന് തന്നെ ഈ 3 രാജവംശങ്ങളുടെ ജോഗ്രഫിക്കൽ ഏരിയ പറയാൻ പറ്റും. അപ്പൊ ചോളാസ് ഇവരേതാണ് ഭാഗം വരുന്നത്? നിങ്ങൾക്കറിയാം ഇത് മാപ്പ് ഏതാ വരുന്നത്? തമിഴ്നാട്. ഇവർ വരുന്നത് നോർത്തേൺ തമിഴ്നാടാണ്. നോർത്തേൺ തമിഴ്നാടും പിന്നെ വരുന്ന ഭാഗം ഏതാണ്? സദേൺ ആന്ധ്രാപ്രദേശും. ആന്ധ്രാപ്രദേശിന്റെ സൗത്തൂടെ ചേരുന്ന പോർഷൻ ആണ് ഏത് വരുന്നത്? ചോളാസ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പാണ്ഡ്യാസ് എന്താണ്? സദേൺ തമിഴ്നാട്. തമിഴ്നാടിന്റെ എന്താണ് സൗത്ത് ഭാഗത്താണ് ആരുണ്ടായിരുന്നത്? പാണ്ഡ്യാസ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ചേരാസ് എന്താ? നമുക്കറിയാം നമ്മൾ ഇപ്പൊ PSCക്ക് കേരള ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് അറിയാം എന്താ ചേര രാജാക്കന്മാരെ നമ്മൾ പഠിക്കാറുള്ളതാണ്. അപ്പൊ ചേരാസ് വരുന്ന ഏതാണ്? കേരള റീജിയൻ ആണ്. കേരള റീജിയൻ പിന്നെ കുറച്ച് പാർട്സ് ഓഫ് തമിഴ്നാടും. ഓക്കെ, അപ്പൊ ഈ 3 എംപയറിന്റെയും എന്താണ് ആദ്യം ഈ മാപ്പിൽ നിന്ന് നമുക്ക് അറിയേണ്ടത് അവരുടെ ജോഗ്രഫിക്കൽ ഏരിയ ആണ്. ചോളാസ് വരുന്നത് എന്താണ്? നോർത്തേൺ തമിഴ്നാടും സദേൺ ആന്ധ്രാപ്രദേശൂടെ ചേർന്നിട്ടാണ്. പാണ്ഡ്യാസ് വരുന്നത് എന്താണ്? സദേൺ തമിഴ്നാടാണ്. ചേരാസ് വരുന്ന ഏതാണ്? കേരളവും കുറച്ച് എന്താണ് തമിഴ്നാടിന്റെ പാർട്സും. ഇതിൽ ഓൾറെഡി അവരുടെ എംബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ചോളാസിന്റെ എംബ്ലം എന്ന് പറയുന്നത് റോറിംഗ് ടൈഗർ ആണ്. അതായത് ടൈഗർ അവർ അത്രയും ആർമി യുദ്ധങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരെ റെപ്രസെന്റ് ചെയ്ത എന്താണ് അത്രയും എന്താണ് ആർജമുള്ള ഒരു ടൈഗർ ആണ്. പാണ്ഡ്യാസ് എന്താണ്? കോസ്റ്റൽ റീജിയൻ റിലേറ്റ് ചെയ്ത് നടന്ന ആൾക്കാരായതുകൊണ്ട് അവരുടെ സിമ്പിൾ എന്താണ്? കാർപ്പ് ഫിഷ് ആണ്. കാരണം ഒരു കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ട് കാർപ്പ് ഫിഷ്. ചേരാസിന്റെ സിമ്പിൾ എന്താണ് വരുന്നത്? അമ്പും വില്ലും അല്ലെങ്കിൽ ബോയാണ്. അപ്പോൾ നമുക്കിന്റെ ഓരോരോ ഡൈനാസ്റ്റികൾ നോക്കിയിട്ട് സംഘമേജിലേക്ക് നോക്കാം.
ഓക്കെ, ചോളാസ് എംപയർ, നിങ്ങൾ ചോളാസ് എംപയർ പലയിടത്ത് കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ചോളാസ് എംപയർ റിലേറ്റ് ചെയ്ത് സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് അപ്പോൾ ആ ഒരു സിനിമയൊക്കെ വരുന്നത് ഏതാണ്? PS1 ഒക്കെ വരുന്നത് ഇമ്പീരിയൽ ചോളാസ് ആണ്. അത് വരുന്നത് മിഡീവൽ കാലഘട്ടത്തിലെയാണ്. നമുക്ക് ഏൻഷ്യൻ ചോളാസ് ആണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തും ചോളാസ് വരുന്നുണ്ട്. പിന്നെ ഏകദേശം എന്താണ് ഒരു 1000 AD അടുപ്പിച്ച് വരുന്നതാണ് ഇമ്പീരിയൽ ചോളാസ്. അതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ചോളാസ് എംപയറിനെ നോക്കുകയാണെങ്കിൽ 300 BC-യിലാണ് എന്ത് അവർ ഫോം ആവുന്നത്. അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഉരയൂർ ആണ്. നിങ്ങൾക്ക് ജോഗ്രഫിയിൽ ഓൾറെഡി എന്താണ് മാപ്പിൽ എവിടെയാണ് അവരുടെ ഭാഗം എന്നറിയാം. ഉരയൂർ എന്ന് പറയുന്നത് ഇന്നത്തെ തൃച്ചിയാണ്, തിരുച്ചിറാപ്പള്ളി എന്ന് പറയുന്നത് തൃച്ചിയാണ്. രണ്ടാമത്തെ അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പൂഹാർ അല്ലെങ്കിൽ കാവേരി പട്ടണം. അതായത് കാവേരി റിവറിന്റെ മൗത്തിന്റെ ആ ഒരു ഭാഗത്തായിട്ട് അവർ പണിതെടുത്ത എന്താണ് ഒരു പട്ടണമാണെന്ത് കാവേരി പട്ടണം. അതിനെ എന്തും പറയാറുണ്ട്? പൂഹാർ എന്നും പറയാറുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് കോസ്റ്റൽ റീജിയനിൽ നല്ല ഹോൾഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു കോസ്റ്റൽ എന്ന് വെച്ചാൽ ഒരു നദി വന്ന് തീരുന്ന എവിടെ ആയിരിക്കും? കോസ്റ്റൽ ഏരിയയിലായിരിക്കുമല്ലോ. അവിടെ അവർ പണി കഴിപ്പിച്ച കൊട്ടാരമാണ് അല്ലെങ്കിൽ പട്ടണമാണ് എന്തെന്ന് പറയുന്നത് പൂഹാർ അല്ലെങ്കിൽ കാവേരി പട്ടണം. ഇവരുടെ എംബ്ലം നമ്മൾ ഓൾറെഡി കണ്ടതുപോലെ ആരാണ്? ടൈഗർ ആണ്. ഇനി ഏർലി ചോളാസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ ആരാന്ന് നോക്കിയാൽ കരികാല ചോളനാണ്. കരികാല ചോളൻ ഇദ്ദേഹത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് കാവേരി പട്ടണത്തിന് കാരണമായത് ആരാണ്? കരികാല ചോളൻ എന്നാണ് പറയുന്നത്. അപ്പോൾ കരികാല ചോളനാണ് ഈ ക്യാപിറ്റൽ ആയത് ആ കാവേരി പട്ടണം ഫൗണ്ട് ചെയ്തത്. ഇനി ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പാണ്ഡ്യാസിന്റെ നോക്കുകയാണെങ്കിൽ പാണ്ഡ്യാസിന്റെ നോർത്ത് ഈസ്റ്റിലായിട്ട് 2 നദികളുടെ ഇടയിലാണ്. ഏതൊക്കെയാണ്? പെന്നാർ ആൻഡ് വെള്ള റിവേഴ്സ്. ഈ 2 നദികളുടെ ഇടയിലാണ് ഏത് വരുന്നത്? ഈ ചോളാസ് എന്ന് പറയുന്ന സാമ്രാജ്യം വരുന്നത്. ഇവരുടെ ഫേമസ് ആയിട്ടുള്ള പോർട്ടാണ് പൂഹാർ. ഇത് തന്നെ അവരുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള പൂഹാർ അല്ലെങ്കിൽ കാവേരിപ്പട്ടണം. നിങ്ങൾ നോക്കുക, ഏതെങ്കിലും ഒരു എംപയർ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻറ്റ് പോർട്ട് എന്നും പറഞ്ഞൊരു സാധനം സെപ്പറേറ്റ് പഠിക്കാനുണ്ടെങ്കിൽ ആദ്യത്തെ പോയിന്റ് നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്താ? അവിടെ ട്രേഡ് ശക്തമായിരുന്നു. അത്രയും കച്ചവടം ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്താണ് ഫേമസ് ആയിട്ടൊരു പോർട്ട് ആ ഒരു ഏരിയയിലേക്ക് പഠിക്കുന്നത്. അപ്പോൾ ചോളാസിന്റെ ക്യാപിറ്റൽ ഉരയൂർ, ഇന്നത്തെ തിരുച്ചിറാപ്പള്ളി, കാവേരിപ്പട്ടണം ഉണ്ടായിരുന്നു. ആ കാവേരിപ്പട്ടണത്തിന്റെ ഫൗണ്ടർ ആരാണ്? കരികാല ചോളനാണ്. പിന്നെ അവരുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷനും സിമ്പിളും. ഇനി ഫേമസ് ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ചോളൻ എന്ന് പറയുന്നത് എലാറയാണ്. എലാറ അദ്ദേഹമാണ് ശ്രീലങ്ക കോൺക്വർ ചെയ്ത് ഏകദേശം ശ്രീലങ്ക എന്താണ് 50 വർഷത്തോളം ഭരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കരികാല ചോളൻ നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ട പോലെ അദ്ദേഹമാണ് എന്ത് ക്യാപിറ്റൽ സിറ്റിയായ കാവേരി പട്ടണം ഫൗണ്ട് ചെയ്യുന്നതും. ഇതിന്റെ ചുറ്റും എന്താണ് ഒരു എംബാക്ക്മെന്റ് പണിത് ആ ഒരു സിറ്റിയുടെ രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന ആരാണ്? കരികാല ചോളനാണ്. ഈ ഒരു കിങ്ഡത്തിനെ എന്നും പറയാറുണ്ട് ചോളമണ്ഡലം അല്ലെങ്കിൽ ചോളമണ്ഡലം എന്നും പറയാറുണ്ട്. ഇവരുടെ കോട്ടൺ ട്രേഡിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഉരയൂർ. ഇവരുടെ ക്യാപിറ്റലായ ഉരയൂർ. അവരുടെ എന്താണ് കോട്ടൺ ട്രേഡ്, ഞാൻ പറഞ്ഞല്ലോ എന്തായാലും ഒരു പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ എന്താണ് പ്രൊമിനൻ്റ് ആയിരിക്കും ട്രേഡ്. ഇവർക്ക് മെയിൻ ആയിട്ടുള്ള സോഴ്സ്, ഇവരുടെ എക്കണോമിക് സോഴ്സ് എന്ന് പറയുന്നത് ട്രേഡ് ആയിരുന്നു. എന്തിലുള്ള ട്രേഡ്? കോട്ടൺ ക്ലോത്തിലുള്ള ട്രേഡ്. ഇനി ഈ ഒരു ആദ്യകാല മൊത്തത്തിലുള്ള ചോള കിങ്ഡം നോക്കുകയാണെങ്കിൽ അതിനെ നശിക്കാൻ കാരണം മിഡീവൽ ഹിസ്റ്ററിയിലാണ് വരുന്നത്. നോർത്തിൽ നിന്നുള്ള പല്ലവാസിന്റെ അറ്റാക്ക് കാരണമാണ് എന്ത് ഈ ഒരു ചോളാസ് എന്താണ് അവരുടെ ഡിസ്ട്രക്ഷന് കാരണം ആ നോർത്തിൽ നിന്നുള്ള പല്ലവാസിന്റെ അറ്റാക്കാണ്. നമുക്ക് ഏർലി ചോളാസിൽ അധികമില്ല, മിഡീവൽ ചോളാസ് വരുന്ന ഇമ്പീരിയൽ ചോളാസിലാണെന്ത് കുറച്ചുകൂടെ ചോളാസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ സംഗം ഏജിൽ നമുക്ക് അറിയണം ചോളാസ് എവിടെ ഉണ്ടായിരുന്നു? ഈ സൗത്തിൽ നോർത്തേൺ തമിഴ്നാട്, സദേൺ ആന്ധ്രാപ്രദേശ് റീജിയനിൽ ഉണ്ടായിരുന്നു. അവരുടെ ക്യാപിറ്റൽ എന്താണ്? അവരുടെ സിമ്പിൾ എന്താണ്? അവരുടെ ഇമ്പോർട്ടൻറ്റ് പോർട്ട് എന്താണ്? ട്രേഡ് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു? ആരാണ് ആ 2 പ്രൊമിനൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ്? അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവരെയാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടത്. പ്രൊമിനൻ്റ് ആയിട്ടുള്ള റൂളർ നോക്കുകയാണെങ്കിൽ ആരാണ്? കരികാല ചോളനാണ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് സംഗം ഏജ് റിലേറ്റ് ചെയ്ത് എന്തിനെ പറ്റി പഠിക്കാൻ? ചോളാസിനെ പറ്റി പഠിക്കാൻ. രണ്ടാമത് വരുന്നത് ചേരാസ് ആണ്. ചേരാസ് ചേരപുത്രന്മാരെ എന്താണ് കേരള പുത്രാസ് എന്നാണ് എന്താണ് പല ബുക്കുകളിലും റെഫർ ചെയ്തേക്കുന്നത്. അതായത് കേരള റീജിയൻ ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ആര്? ചേരാസ്. അവരുടെ ക്യാപിറ്റൽ വരുന്നത് വാഞ്ചിയാണ്. വാഞ്ചി വരുന്നത് കറക്റ്റ് ഇപ്പോഴത്തെ സ്ഥലം നോക്കുകയാണെങ്കിൽ കരൂർ, തമിഴ്നാട്ടിലാണ് വരുന്നത്. അപ്പോൾ ഇവരുടെ എംബ്ലോ എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ട പോലെ എന്താണ് അമ്പും വില്ലും ബോയാണ്. ഇമ്പോർട്ടൻറ്റ് റൂളർ വരുന്നത് ചേരൻ സെങ്കുട്ടവനാണ്. റെഡ് ചേര എന്ന് അറിയപ്പെടാറുണ്ട് ചേരൻ സെങ്കുട്ടവൻ. പിന്നെ ഫേമസ് ആയിട്ടുള്ള പോർട്ട്, ഇവരുടെ ഏറ്റവും വലിയ പോർട്ട് മുസീരിസ്. കേട്ടോ, മുസീരിസ് എവിടെ വരുന്നത്? കേരളത്തിലെ ഒരു എന്താണ് പ്രാചീനകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു തുറമുഖമാണ് മുസീരിസ് തുറമുഖം. അത് കറൻ്റ്ലി ഇപ്പം നോക്കുകയാണെങ്കിൽ ഏത് സ്ഥലത്താണ്? തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരുള്ള പോർട്ടാണ്.
അപ്പം ഏൻഷ്യൻ്റ് കാലഘട്ടത്തിൽ അത് നല്ല രീതിയിൽ എന്താണ് കുറേ ട്രേഡ് നടന്നൊരു പോർട്ടാണ്. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് എന്താണ് ആ പോർട്ട് എന്താണ് ഭാരതപ്പുഴയിലെ വെള്ളപ്പൊക്കം അങ്ങനെ പല എന്താണ് എന്തോ ക്ലൈമറ്റിക് ഫാക്ടേഴ്സ് കാരണം ആ പോർട്ട് നശിച്ചു പോയെന്നാണ് പറയുന്നത്. അപ്പോൾ മുസീരിസ് എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ഇവിടെ കൊടുങ്ങല്ലൂരുള്ള ഒരു പോർട്ടാണ്. അപ്പോൾ ഈ ഒരു പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ഏറ്റവും കൂടുതൽ റോമൻസും ഗ്രീക്സുമായിട്ട് ട്രേഡ് നടന്ന ഒരു പോർട്ടാണ് ഏത്? മുസീരിസ് പോർട്ട്. ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോർട്ട് നമ്മൾ എടുത്തു പറയും. ഇപ്പോൾ നമ്മൾ ചോളാസിനെ നോക്കിയപ്പോൾ ഏതായിരുന്നു? പൂഹാർ ആയിരുന്നു പോർട്ട്. ചേരാസിനെ നോക്കുമ്പോൾ എന്താണ്? മുസീരിസ് ആണ് പോർട്ട്. അപ്പോൾ എന്തായാലും പോർട്ട് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? ട്രേഡ് റിലേഷൻ കാണും. അപ്പോൾ ഇവരാരുമായിട്ടാണ് ട്രേഡ് ചെയ്തത്? ഇവർ ട്രേഡ് ചെയ്തത് റോമൻസുമായിട്ടായിരുന്നു. റോമൻസുമായിട്ടാണ് ആര് ട്രേഡ് ചെയ്തത്? ചേരാസ് ട്രേഡ് ചെയ്തത്. അപ്പോൾ റോമൻസ് എന്താണ് ഇവിടെ അവരുടെ ട്രേഡ് ഇൻട്രസ്റ്റിന് വേണ്ടി എന്താണ് ഒരു അമ്പലമൊക്കെ പണിയുന്നുണ്ട്. റോമൻ എംപറർ ഓഗസ്റ്റസിൻ്റെ അമ്പലമൊക്കെ ഇവിടെ പണിയുന്നുണ്ട്, ഈ ഒരു കൊടുങ്ങല്ലൂരിൽ മുസീരിസിൽ പണിയുന്നുണ്ട്. അപ്പോൾ ചേരാസിൻ്റെ ക്യാപിറ്റൽ വാഞ്ചിയാണ്, എംബ്ലം ബോയാണ്. ഇമ്പോർട്ടൻറ്റ് റൂളർ ആരാണ്? ചേരൻ സെങ്കുട്ടവനാണ്. ഫേമസ് പോർട്ട് ഏതാണ്? മുസീരിസ് ആണ്. ഇനി ഫേമസ് ആയിട്ടുള്ള റൂളേഴ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നതാണ് ഉദിയൻ ചേരലാതൻ. ഉദിയൻ ചേരലാതൻ ഇദ്ദേഹത്തിനെയാണ് പെരുംചോട്ടുദയൻ എന്ന് അറിയപ്പെടുന്നത്. പെരുംചോട്ടുദയൻ. എന്താ പെരുംചോട്ടുദയൻ എന്ന് വെച്ചാൽ ഇദ്ദേഹം ആൾക്കാർക്ക് വേണ്ടി എന്താണ് ഒരു വലിയ ഊട്ടുപുര ഉണ്ടാക്കിയെന്നാ പറയുന്നത്. അതായത് എല്ലാവർക്കും ഭക്ഷണം കിട്ടണമെന്നൊരു ഇതിൽ ഒരു വലിയ ഊട്ടുപുര, എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത്. അപ്പോൾ എല്ലാവർക്കും ചോറ് കൊടുക്കുന്നവൻ എന്നൊരു സ്റ്റാറ്റസിലാണ് എന്ത് വന്നത്? പെരുംചോട്ടുദയൻ എന്നൊരു ടൈറ്റിൽ കിട്ടിയത്. അതുപോലെ വാനവരമ്പൻ. വാനവരമ്പൻ എന്താ വാനവരമ്പൻ എന്ന് വെച്ചാൽ? വാനം നിങ്ങൾക്കറിയാം ആകാശം, അതായത് ആകാശത്തിനും ഭൂമിയിലെ അടിയിലെ എല്ലാ സാമ്രാജ്യങ്ങളും കയ്യിലുള്ളവൻ എന്നൊരു അർത്ഥമാണ് വാനവരമ്പൻ. അത്രയും സ്ട്രോങ് ആയിട്ടൊരു ലീഡർ ആയതുകൊണ്ട് അദ്ദേഹത്തിനുള്ള പെരുംചോട്ടുദയനും വാനവരമ്പനും ആദ്യ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേര റൂളറാണ്. പക്ഷെ കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് ചേര കുറച്ചുകൂടെ പേര് കേട്ട റൂളർ ആരാണ്? ചേരൻ സെങ്കുട്ടവനാണ്. ചേരൻ സെങ്കുട്ടവൻ. ഓക്കെ, ചേരൻ സെങ്കുട്ടവന് എന്താണ് ആ ഒരു എംപയർ ബിൽഡ് ചെയ്യാൻ അടുത്തുള്ള രാജവംശങ്ങളുമായിട്ട് യുദ്ധമൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം എന്താണ് നോർത്തിലേക്ക് വരെ ഇൻവേഡ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് മെയിനായിട്ട് അറിയപ്പെടുന്നത് ഇദ്ദേഹം കണ്ണകിക്ക് വേണ്ടി, നമ്മുടെ സംഘകാലഘട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൃതിയാണ് സിലപ്പതികാരം. കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും. സിലപ്പതികാരത്തിലെ നായികയായ കണ്ണകിക്ക് വേണ്ടി എന്താണ് കണ്ണകിയുടെ കഥ നമ്മൾ ആ ഒരു ഭാഗമാകുമ്പോൾ പറയും. കണ്ണകിക്ക് വേണ്ടി ഒരു അമ്പലം പണിയുകയും കണ്ണകി ഒരു ദേവിയുടെ സങ്കല്പത്തിൽ കണ്ട്, അതായത് കണ്ണകി പിന്നീട് വരുന്ന കണ്ണകി ദേവിയായിട്ട് സങ്കല്പിച്ച് അവർക്ക് വേണ്ടി എന്താണ് അമ്പലങ്ങളൊക്കെ പണിത് ആ ഒരു കൾട്ട്, ആ ഒരു എന്താണ് ആ ഒരു കൾച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പട്ടിണി കൾട്ട് എന്ന് പറയുന്നത്. പട്ടിണി കൾട്ട്. അപ്പോൾ ഈ പട്ടിണി കൾട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ചേര റൂളർ ആരാണ്? ചേരൻ സെങ്കുട്ടവനാണ്. ചേരൻ സെങ്കുട്ട. അപ്പോൾ എന്താണ് പട്ടിണി കൾട്ട്? കണ്ണകി എന്താണ് ഒരു ദേവിയായിട്ട് കണ്ട് അമ്പലങ്ങൾ പണിയുകയും എന്താണ് ഐശ്വര്യത്തിന് വേണ്ടി കണ്ണകി എന്താണ് ദേവിയായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥനാ രീതി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംസ്കാരമാണ് എന്തെന്ന് പറയുന്നത്? പട്ടിണി കൾട്ട്. അപ്പോൾ പട്ടിണി കൾട്ടിന്റെ ഫൗണ്ടർ ആരാണ്? ചേരൻ സെങ്കുട്ടവൻ. അദ്ദേഹത്തിനെ തന്നെയാണ് എന്തു അറിയപ്പെടുന്നത്? റെഡ് ചേര എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം നമ്മൾ ഓൾറെഡി പറഞ്ഞു ചേരാസ് ആരുമായിട്ട് ട്രേഡ് ഉണ്ട്? റോമൻസുമായിട്ട് എന്താണ് ട്രേഡ് ഉണ്ട്. അതുകൊണ്ട് ആ ട്രേഡിന്റെ ഒരു ഇമ്പോർട്ടൻസിൽ തന്നെ എന്താണ് റോമൻസിലെ റോമൻ എംപററായ അഗസ്റ്റസിന്റെ ഒരു ടെമ്പിൾ എവിടെ പണിയുന്നുണ്ടായിരുന്നു? മുസീരിസിൽ പണിയുന്നുണ്ട്. അഗസ്റ്റസിന്റെ ടെമ്പിൾ എവിടെ വരുന്നുണ്ട്? മുസീരിസിൽ വരുന്നുണ്ട്. ഇത്രയാണ് ചേരാസ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ചേരാസ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? കേരളവും തമിഴ്നാടിന്റെ കുറച്ച് ഭാഗമാണ്. ക്യാപിറ്റൽ എന്താണ്? വാഞ്ചി, ഇപ്പോഴത്തെ കരൂരാണ്. എംബ്ലം എന്താണ്? അമ്പും വില്ലുമാണ് അല്ലെങ്കിൽ ബോയാണ്. ഫേമസ് ആയിട്ടുള്ള റൂളേഴ്സ് ഉദിയൻ ചേരലാതൻ. അദ്ദേഹത്തിന്റെ പേരുകൾ എന്തൊക്കെയാണ്? പെരിഞ്ചോട്ടുദയൻ, വാനവരമ്പൻ. രണ്ടാമത്തെ ഫേമസ് ആയിട്ടുള്ള റൂളർ ആരാണ്? ചേരൻ സെങ്കുട്ടവൻ അല്ലെങ്കിൽ റെഡ് ചേര. അദ്ദേഹമാണ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? പട്ടിണി കൾട്ട്. അത് ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? കണ്ണകിയുമായിട്ട്. റോമൻസുമായിട്ട് മുസീരിസിൽ നല്ല രീതിയിൽ ട്രേഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഹോണറിംഗ് ആയിട്ട് റോമൻ എംപറർ അഗസ്റ്റസിന്റെ ഒരു അമ്പലം എവിടെ പണിതിട്ടുണ്ട്? മുസീരിസിൽ പണിതിട്ടുണ്ട്. അടുത്ത എംപയർ ആണ് പാണ്ഡ്യാസ്. നിങ്ങൾ കണ്ടാണ് സദേൺ തമിഴ്നാട്ടിലാണ് എന്ത് വരുന്നത്? പാണ്ഡ്യാസ്. ഇവരുടെ ക്യാപിറ്റൽ വരുന്നത് മധുരൈയാണ്. നമ്മൾ ഓൾറെഡി ആദ്യത്തെ PPT കണ്ട പോലെ ഇവരുടെ എംബ്ലം വരുന്നത് ഫിഷ് ആണ്, അല്ലെ ട്വിൻ കാർപ്പ്. ആ ഫിഷിന്റെ പേരാണ് കാർപ്പ്, ട്വിൻ കാർപ്പ്. എന്തുകൊണ്ടായിരിക്കും ഫിഷ് വന്നത്? കാരണം ഇവരെന്താണ് കുറച്ചുകൂടെ കോസ്റ്റൽ റീജിയൻ റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇതെന്താണ് കാർപ്പ് വന്നത്. ഇവരുടെ ഫേമസ് ആയിട്ടുള്ള പോർട്ടാണ് കോർക്കെ.
ഫേമസ് പോർട്ട്. അപ്പോൾ ഓരോ ഈ പറഞ്ഞ 3 എണ്ണത്തിനും എന്താണ്, ആദ്യത്തെ ചോളാസിന് ഏതാണ്, പൂഹാറാണ് വരുന്നത്. രണ്ടാമത്തെ ചേരാസിന് ഏതാണ്, മുസീരിസ് ആണ് വരുന്നത്. മൂന്നാമത്തെ പാണ്ഡ്യാസിന് ഏതാണ്, കോർക്കയാണ്. ഈ ഒരു കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എന്തായിരുന്നു, പേൾസ് കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഇവർ എന്തിന് ഫേമസ് ആയിരുന്നു, പേൾസിന് ഫേമസ് ആയിരുന്നു. ആദ്യമായിട്ട് ഈ പാണ്ഡ്യാസിനെ പറ്റി മെൻഷൻ ചെയ്ത ആരാണ്, മെഗസ്തിനസ് ആരാന്നൊക്കെ ഓർക്കുന്നുണ്ട്. ഏതാണ്, ചന്ദ്രഗുപ്ത മൗര്യയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്ന അംബാസിഡർ ആണ്. ഇദ്ദേഹം ഇന്ത്യയെ പറ്റി എഴുതിയ ബുക്ക് ഏതായിരുന്നു, ഇൻഡിക്ക. അപ്പൊ ഇന്ത്യക്കകത്ത് ആരാണ്, ഈ ഒരു സൗത്തിലുള്ള ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. അതിൽ ആരെ പറ്റിയും പറയുന്നുണ്ട്, പാണ്ഡ്യാസിനെ പറ്റി പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ പാണ്ഡ്യ കിങ്സിന് മെയിൻ ആയിട്ട് എന്താണ്, റോമൻ എംപയറും എന്താണ്, ഈ ഒരു റോമൻ എംപയറുമായിട്ട് ട്രേഡ് ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എന്താണ്, എംപറായ ഓഗസ്റ്റസും തമ്മിൽ റിലേഷൻസ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഏതൊരു പോർട്ട് പറഞ്ഞാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ എന്ത് കാണും, ട്രേഡ് കാണും. ഇനി ഫേമസ് ആയിട്ടുള്ള റൂളേഴ്സ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ എന്താണ്, ഏർലി കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഒരു റൂളറാണ് ആര്, മുതുകുടുമി. രണ്ടാമത് വരുന്നതാണ് നെടുഞ്ചേലിയൻ. നിങ്ങളിപ്പം കണ്ണകിയുടെ കഥ അറിയാമെങ്കിൽ കണ്ണകിയുടെ കഥയിലെ എന്താണ്, ഒരു വില്ലൻ കഥാപാത്രമായിട്ട് മാറിയ രാജാവാണ് ആര്, നെടുഞ്ചേലിയൻ. ഈ നെടുഞ്ചേലിയൻ ആണ് എന്ത്, ഈ പാണ്ഡ്യ രാജവംശത്തിലെ ഇമ്പോർട്ടൻ്റ് റൂളറായിട്ട് വരുന്നത്. ആദ്യമായിട്ട് ഈ കിങ്ഡത്തെ പറ്റി മെൻഷൻ ചെയ്ത ആരാണെന്നാണ് പറഞ്ഞത്, മെഗസ്തനസ് ആണ്. ഈ ഒരു കിങ്ഡം എന്തിനു വേണ്ടി ഫേമസ് ആയിരുന്നു, പേൾസിന് വേണ്ടി ഫേമസ് ആയിരുന്നു. പിന്നെന്താണ്, രാമായണത്തിലും മഹാഭാരതത്തിലും എല്ലാം നമുക്ക് ഏത് കിങ്ഡത്തിന്റെ ആ ഒരു മെൻഷനിങ് കാണാൻ പറ്റും, പാണ്ഡ്യാസിനെ പറ്റി രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്, നോർത്തിൽ മൗര്യാസ് ഭരിക്കുമ്പോൾ സദേൺ റീജിയനുള്ള 3 രാജവംശങ്ങൾ ഏതൊക്കെയായിരുന്നു, ചോള, ചേര, പാണ്ഡ്യാസ്. അവരുടെയൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നോക്കിയത്. ആക്ച്വലി നമ്മുടെ ടോപ്പിക് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് സംഘ കാലഘട്ടമാണ്. അപ്പോൾ ആ സംഘ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ആ 3 രാജവംശങ്ങൾ നോക്കിയത്. അപ്പോൾ സംഘ കാലഘട്ടം ഞാൻ പറഞ്ഞു, ഇതെന്ന് പറയുന്നത് കുറച്ച് മലയാളികളുടെയും കൂടെ എന്താണ്, ഹിസ്റ്ററി ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും സംഘ കാലഘട്ടം എന്ന് പറയുമ്പോൾ തമിഴല്ലേ. അപ്പോൾ നമ്മളെങ്ങനെയാണ്, ഇപ്പം മലയാളത്തിൻ്റെ എന്താണ്, മലയാളം എവിടെ നിന്നാണ് വന്നത്, തമിഴിൽ നിന്നാണ് വന്നതെന്നൊരു വാദമുണ്ട്, ഭാഷാവാദങ്ങളിൽ ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് സംഘ കാലഘട്ടം എന്ന് വെച്ചാൽ തമിഴരുടെ മാത്രമല്ല, ഇതാരുടെയാണ്, മലയാളികളുടെ കൂടെ ഒരു ഹിസ്റ്ററി ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് മെയിനായിട്ട് വരുന്നത് തമിഴകത്തിൻ്റെ ചരിത്രമാണ്. തമിഴകം, അങ്ങനെയാണെങ്കിൽ തമിഴകം എന്ന് വെച്ചാൽ എന്താ, ഇന്ന് കാണുന്ന തമിഴ്നാട് മാത്രമാണോ, അല്ല. തമിഴകം എന്ന് വെച്ചാൽ ഏതൊക്കെ ഭാഗങ്ങൾ വരും, തമിഴ്നാട് മൊത്തത്തിൽ വരും, കേരളം വരും, എന്താണ്, കർണാടക, ആന്ധ്രാപ്രദേശിന്റെ കുറച്ച് പാർട്ടുകളും വരും. ഇതാണ് തമിഴകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തമിഴകത്തിന്റെ ഹിസ്റ്ററിയാണ് എന്ത്, സംഘകാലഘട്ടം. അപ്പോൾ അത് എന്തിന്റെ ഹിസ്റ്ററിയാണ്, നമ്മുടെ കൂടെ ഹിസ്റ്ററിയാണ്. അപ്പോൾ ഓരോ ആൾക്കാർക്കും എന്താണ്, ഓരോ മലയാളികൾക്കും അവരുടെ ഹിസ്റ്ററി അറിയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താണ് PSCക്ക് വേണ്ടി കുറച്ച് അവിടെ ഇവിടെയും ഫാക്ട്സ് ആയിട്ട് പഠിക്കും. പക്ഷെ നമുക്ക് ഏറ്റവും നല്ല എന്താണ്, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്ന കാലഘട്ടമാണ് എന്ത്, സംഘ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി സംഘം, നിങ്ങൾക്ക് പേര് കേൾക്കും പറയാം, സംഘം എന്ന് വെച്ചാൽ എന്താണ്, ഒരു കൂട്ടമാണല്ലേ. സംഘം എന്ന് വെച്ചാൽ ഒരു അസംബ്ലിയാണ്. ആരുടെ അസംബ്ലി, ആരുടെ കൂട്ടം എന്ന് വെച്ചാൽ തമിഴ് കവികളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സംഘം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഘ കാലഘട്ടം മൊത്തം നമുക്ക് ഒരു ബുക്കിന്റെ റെഫറൻസിൽ പറയാൻ പറ്റും. ആ ബുക്കാണ് സിലപ്പതികാരം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സിലപ്പതികാരം. സിലപ്പതികാരം എഴുതിയത് ആരാണ്, ഇളങ്കോ അടികളാണ്. അപ്പം എന്താണ് സിലപ്പതികാരത്തിന്റെ കഥ, ആ കഥ വെച്ചിട്ട് ആ ഒരൊറ്റ കഥ അറിയാമെങ്കിൽ നമുക്ക് എന്താണ്, സംഘകാലഘട്ടത്തിന്റെ ഏകദേശം ചരിത്രം പറയാൻ പറ്റും. എല്ലാവർക്കും എന്താണ് കഥ അറിയാമെന്ന് വിചാരിക്കുന്നത്. എന്താണ് കഥ, സിലപ്പതികാരത്തിലെ നായികയാണ് അത് കണ്ണകി. കണ്ണകിയുടെ ഭർത്താവാണ് കോവലൻ. അപ്പോൾ ഇവർ രണ്ടും കല്യാണം കഴിച്ച് എന്താണ്, നല്ല രീതിയിൽ ജീവിച്ചു പോവുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തറിയാം, ഒരു മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, സംഘ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ കല്യാണം കഴിച്ച് നല്ല രീതിയിൽ പോകുമ്പോൾ ഈ കോവലൻ എന്താണ്, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, അതായത് വേറൊരാളെ ഇഷ്ടമാകും. ആരാണ്, മാധവി എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ മാധവി ഒരു ഡാൻസർ ആയിരുന്നു, പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ഒരു എന്താണ് സൊസൈറ്റിയിൽ കാഴ്ചപ്പാടല്ല അന്ന്. അപ്പോൾ എന്തായാലും ഈ കോവലൻ എന്താണ്, മാധവിയുമായിട്ട് സ്നേഹത്തിലാവുന്നു. എന്നിട്ട് മാധവിയുടെ കൂടെ പോവുകയും മാധവിയുടെ ബന്ധുക്കൾ എന്താണ്, കോവലിന്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് കോവലൻ പിന്നീട് എന്താണ്, പാവപ്പെട്ടവനായിട്ട് മാറും. ഈ പാവപ്പെട്ടവനായിട്ട് മാറിയിട്ട് കോവലൻ എന്താണ്, തിരിച്ച് കണ്ണകിയുടെ അടുത്ത് വരും. അപ്പൊ കണ്ണകി അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ? ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ണകി എന്താണ്, അന്ന് ആരെ അക്സെപ്റ്റ് ചെയ്തു, കോവലിനെ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ കണ്ണകിയും കോവലും എന്താണ്, പഴയ പോലെ തിരിച്ചായപ്പോൾ ഇവരെന്താ പറയുകയാണ്, ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, നാട് വിടണം. അപ്പോൾ നാട് വിടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവരെങ്ങോട്ടേക്ക് പോകും, മധുരയിലേക്ക് പോകും. അപ്പോൾ മധുരയിൽ ചെല്ലുമ്പോൾ ഇവർക്ക് ജീവിക്കണമെങ്കിൽ എന്താണ്, ഇവർക്ക് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ തുടങ്ങണമെങ്കിൽ ക്യാപിറ്റൽ വേണം. അതായത് പൈസ ഉണ്ടെങ്കിൽ എന്താണ്, ഇനിയും ജീവിക്കാൻ എന്തെങ്കിലും തുടങ്ങാൻ പറ്റും. അപ്പോൾ ക്യാപിറ്റലിന് വേണ്ടി ഇവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, കണ്ണകിയുടെ കാലിൽ 2 ചെലമ്പുകൾ, വിലയുള്ള 2 ചെലമ്പുകളുണ്ട്. അപ്പോൾ കണ്ണകി എന്തെന്ന് വെച്ചാൽ, ഒരു ചെലമ്പൂരി എന്താണ് കോവലിന് കൊടുത്തിട്ട് പറയും, ഇത് വിറ്റോളൂ, ഇത് വിറ്റിട്ട് കിട്ടുന്ന
കിട്ടുന്ന കാശിന് എന്താണ് നമുക്ക് എന്തെങ്കിലും കച്ചവടം ചെയ്യാം. അപ്പോൾ കോവലൻ എന്ത് ചെയ്തു? ഈ ചിലമ്പ് വിൽക്കാൻ ചെന്നു. അപ്പോൾ വിൽക്കാൻ ചെന്നപ്പോൾ ആ രാജ്യത്തെ, മധുരയിലെ രാജ്യത്തെ പാണ്ഡ്യ രാജാവിൻ്റെ ഭാര്യയുടെ ചിലമ്പ് ഓൾറെഡി എന്താണ് നഷ്ടപ്പെട്ടു പോയായിരുന്നു. അപ്പോൾ അത് എവിടെ പോയെന്നൊന്നും അറിയത്തില്ല. കോവലൻ ഈ ചിലമ്പ് വിൽക്കാൻ ചെന്നപ്പോൾ ആ സ്വർണ്ണപ്പണികാരൻ എന്ത് വിചാരിച്ചു? ഇത് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചതാണെന്ന് വിചാരിച്ചു. എന്നിട്ട് എന്താണ് ഈ സ്വർണ്ണപ്പണികാരൻ ഇത് രാജാവിനോട് പറയും. അങ്ങനെ രാജാവ് ആരെ വിളിപ്പിക്കും? കോവലനെ വിളിപ്പിച്ചിട്ട് ഇത് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചതാണെന്നും പറഞ്ഞ് ആരെ കൊല്ലും? കോവലനെ കൊല്ലും. അപ്പോൾ ഇതറിഞ്ഞിട്ട് എന്താണ് കണ്ണകി ചോദിക്കാൻ ചെല്ലും. കണ്ണകി ചോദിക്കാൻ ചെന്നിട്ട് അപ്പോൾ എന്താണ് കണ്ണകി മറ്റേ ചിലമ്പൂടെ കാണിക്കുമ്പോൾ എന്താണ് അവർക്കെല്ലാം ബോധ്യപ്പെടും കോവലൻ എന്താണ് സത്യസന്ധനായിരുന്നു, നിരപരാധിയായിരുന്നു. അപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ എന്താണ് ആ ഒരു ദേഷ്യത്തിൽ കണ്ണകി ആ മധുരൈ നഗരം മൊത്തം കത്തിച്ചെന്നാണ് പറയുന്നത്. അപ്പം അതാണ് സിലപ്പതികാരത്തിൻ്റെ കഥ. കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പോൾ ആ കഥ വെച്ചിട്ട് നമുക്ക് സംഘകാലഘട്ടം എങ്ങനെ പറയാൻ പറ്റും? സംഘകാലഘട്ടത്തിൽ എന്തൊക്കെ പോയിന്റാണ് ആ കഥകളിൽ പറയുന്നത്? ഒന്ന്, മാര്യേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. രണ്ട്, കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു എന്താണ് കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ് ഈ ചിലമ്പ് വിൽക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ വിൽക്കാൻ തീരുമാനിച്ചെത്തുന്ന ആരുടെ അടുത്താണ്? സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത്. അപ്പോൾ സ്വർണ്ണപ്പണി പോലുള്ള കച്ചവടങ്ങൾ, സ്വർണ്ണപ്പണിയും സ്വർണ്ണം റിലേറ്റഡ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ എന്താണ് ആ കാലത്തെ ആൾക്കാർ ഇട്ടിരുന്നു. പിന്നെ ആ കാലത്ത് എന്ത് റൂളായിരുന്നു ഉണ്ടായിരുന്നത്? ഇപ്പോൾ ഡെമോക്രസി ആണോ, ജനാധിപത്യമാണോ, അതോ എന്താണ് രാജാവാണോ ഭരിച്ചിരുന്നത്? കാരണം ഇത് കൊണ്ടുപോകുന്ന ആരാണ്? രാജാവിൻ്റെ അടുത്താണ്. അപ്പോൾ ആരാണുള്ളത്? രാജഭരണമാണ്. അപ്പം ഇങ്ങനെ നമുക്ക് എന്താണ് ആ ഒരു പോയിന്റ്സ്, ഇപ്പോൾ ഒരു കഥ അറിയാമെങ്കിൽ തന്നെ ആ കഥ വെച്ചിട്ട് ആ കാലഘട്ടത്തിലെ ഹിസ്റ്ററി പറയാൻ പറ്റും. അപ്പം സംഘകാലഘട്ടം മൊത്തം ഏതെങ്കിലും ഒരു ബുക്ക് മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ ഏതാണ് ബുക്ക്? സിലപ്പതികാരം. ആരുടെയാണ്? ഇളങ്കോവടികൾ. ഇനി ഇത് കേരളവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടു? കേരളത്തിൽ ഏതൊക്കെ ഭാഗത്താണ് നിങ്ങൾ സിലപ്പതികാരത്തിൻ്റെ റെഫറൻസ് കണ്ടിട്ടുള്ളത്? ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് തിരുവാതിര സോങ്സിൽ, നമ്മുടെ പല തിരുവാതിര സോങ്സ്, ഇപ്പം പലരും പഴയ സിനിമയുണ്ട് ഒരെണ്ണം ആകാശഗംഗ എന്ന് പറഞ്ഞു. അതിൽ ദിവ്യ ഉണ്ണിയൊക്കെ എന്താണ് ഒരു തിരുവാതിര കളിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഭയങ്കര ആ ഒരു സിനിമ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഓർമ്മയാകാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഏത് കഥയാണ് പറയുന്നത്? ഈ കണ്ണകിയുടെയും കോവലൻ്റെയും കഥ. ഇല്ല, യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ആ ഒരു ഭാഗം മാത്രം, അല്ല ആകാശഗംഗ തിരുവാതിര സോങ്സ് നോക്കിയാൽ ആ ഒരു ഭാഗം മാത്രം നോക്കാം. അവിടുത്തെ ലിറിക്സ് നോക്കിയാൽ എന്താണ് കണ്ണകിയുടെയും കോവലൻ്റെയും കഥയാണ് ഏതിൽ പറയുന്നത്? തിരുവാതിര ആ പാട്ടിൽ. അപ്പം അത്രയും എന്താണ് നമ്മളിപ്പോഴും കളിക്കുന്ന തിരുവാതിരയിൽ എന്താണ് സിലപ്പതികാരത്തിലെ പാട്ടുകൾ പറയണമെങ്കിൽ നമ്മൾ അവരുമായിട്ട് അത്രയും കണക്റ്റഡ്. ഇപ്പം നമുക്ക് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരുടെ പാട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മെയിനായിട്ട് വരുന്നത് നിങ്ങൾക്കറിയാം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് ആറ്റുകാൽ പൊങ്കാല. അപ്പം ആറ്റുകാൽ പൊങ്കാല ആരുമായിട്ടില്ല? ആറ്റുകാൽ ദേവിയുമായിട്ട്. അപ്പം ആറ്റുകാൽ ദേവി ആരാണെന്നാണ് പറയുന്നത്? ആറ്റുകാൽ ദേവി കണ്ണകി എന്താണ് പിന്നീട് ദേവീ രൂപത്തിൽ വന്നിരിക്കുന്ന ആണെന്ത്? ആറ്റുകാൽ ദേവി എന്നാണ് ഐതിഹ്യം. അപ്പം കണ്ണകി അത്രയും എന്താണ് കേരളത്തിൽ റിലേറ്റഡ് ആയിട്ട് ഓരോ പാട്ടുകളിലും അമ്പലങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി പാട്ടുകളിലും അമ്പലങ്ങളിലല്ലാതെ എവിടാ? നോക്കി ഈ വരികൾ നോക്കിക്കേ. ഈ വരികൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താ വരികൾ വരുന്നത്? മാണിക്യവാസക മൊഴികൾ നൽകി ദേവി ഇളങ്കോവടികൾ ചിലമ്പ് നൽകി. ഇത് ഏതിലെ വരികളാണ് വരുന്നത്? മണിച്ചിത്രത്താഴിലെ വരികളാണ്. എന്താ? തമിഴകമാകെയും ശൃംഗാര റാണിന് പഴമുതിർ കൊഞ്ചലിൻ ചോലൈ. പാടാത്തത് കുറച്ച് ബോറാകുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഈ വരികളിൽ എന്താണ് നിങ്ങൾ ആ ഒരു സിനിമയുടെ ആ ഒരു ഭാഗം ഓർക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ആരെ പറ്റിയാണ് പറയുന്നത്? ഇളങ്കോവടികളുടെ ചിലമ്പ് നൽകി. ഇപ്പം ഏതാണ് കഥ പറയുന്നത്? ഇളങ്കോവടികളുടെ ചിലമ്പ് നൽകി എന്ന് പറയുമ്പോൾ കഥ ഏതാണ് വരുന്നത്? സിലപ്പതികാരം ബേസ് ചെയ്തിട്ടാണ് ഈ വരികൾ വരുന്നത്. അപ്പോൾ സിലപ്പതികാരം ബേസ് ചെയ്തിട്ട് എന്താണ് ഈ ഒരു 90s ഇറങ്ങിയ സിനിമയിലൊക്കെ എന്താണ് ആ വരികൾ അത്രയും ഭംഗിയായിട്ട് അവർ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി എത്രയും റൂട്ടഡ് ആയിരുന്നു സംഘകാലഘട്ടത്തിൽ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ വരികൾ നിങ്ങൾ തന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ആ ഒരു ക്യാരക്ടറൈസേഷൻ, ഏത് സീനിലാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ അത് എന്താണ് പാടി കുളമാക്കണ്ടെന്ന് വെച്ചിട്ടാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത്രയും എന്താണ് സംഘകാലഘട്ടം ആരുമായിട്ട്? മലയാളികളുമായിട്ട് റിലേറ്റഡ്. നമ്മൾ ഇതുവരെ പഠിച്ച ഹിസ്റ്ററി ഒക്കെ എന്താണ് നോർത്ത് പെർസ്പെക്റ്റീവിലായിരുന്നു. സൗത്ത് പെർസ്പെക്റ്റീവിൽ വരുന്ന ആദ്യത്തെ ഭാഗമാണ് എന്ത്? സംഘകാലഘട്ടം. അതിൽ തമിഴകം. അപ്പോൾ തമിഴകം എന്ന് വിചാരിക്കുമ്പോൾ ഒരിക്കലും എന്താണ് തമിഴ്നാട് മാത്രമാണെന്ന് വിചാരിക്കരുത്. അതിന് കേരളവുമായിട്ട് എത്ര റിലേഷൻസ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു എക്സാമ്പിൾസ് ഒക്കെ തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കതിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. അപ്പം അത് പറയുന്നത് ഈ തമിഴ് കവികളുടെ കൂട്ടമാണല്ലോ, ഇതൊരു 3 സ്റ്റേജായിട്ടാണ് നടന്നത്, 3 സംഘങ്ങളായിട്ടാണ് നടന്നത്. അപ്പം ആദ്യത്തെ സംഘം എവിടെ വെച്ച് നടന്നു? അപ്പം ഈ 3 സംഘങ്ങൾ തമിഴ് കവികളായിട്ട് വന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇവർ ഓരോരോ ബുക്കുകൾ കമ്പൈലേഷൻസ് ആയിരിക്കും, ഇല്ലെ ബുക്കുകൾ എഴുതിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു 3 സംഘങ്ങളാണുള്ളത്. മുച്ചങ്കോ എന്ന് പറയും.
അപ്പോൾ ഈ 3 സംഘത്തിൽ ആദ്യത്തെ സംഘത്തിൽ എന്താണ് ദേവന്മാർ വരെ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അത് കഥകളാണ്. ഇപ്പം നമുക്ക് വിചാരിക്കാൻ പറ്റുമോ ദേവന്മാരുണ്ടോ ഇല്ലയോ എന്ന് തന്നെ നമുക്ക് എന്താണ് ഡിബേറ്റ് നടക്കും. അപ്പോൾ ആദ്യത്തെ സംഘത്തിൽ ദേവന്മാരെല്ലാം വന്ന് പങ്കെടുത്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അതൊരു വാദമാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ കോൺക്രീറ്റ് ആയിട്ട് നമുക്കൊരു ഫൈനൽ കാര്യം പറയാൻ പറ്റില്ല. ഇന്നത് നടന്നു, ഇന്ന തീയതിയിൽ ഇന്നത് നമ്മുടെ ഊഹങ്ങളാണ്. നമുക്ക് കിട്ടിയ ലിറ്റററി സോഴ്സസ് വെച്ച് നമ്മൾ പറയാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പൊ അതിലേതോ ഒരു സോഴ്സിൽ എന്ത് പറയുന്നുണ്ട്, ആദ്യത്തെ സംഘത്തിൽ ആര് പങ്കെടുത്തിട്ടുണ്ട്, ദൈവങ്ങൾ വരെ നേരിട്ട് വന്ന് പങ്കെടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ ആദ്യത്തെ സംഘം ഈ 3 സംഘങ്ങൾ ചേരുന്നതാണ് മുച്ചംഗം എന്ന് പറയുന്നത്. മുച്ചംഗം ഏതൊരു കമന്റിൽ കണ്ടായിരുന്നു, ആ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് റിപ്പീറ്റഡ് ഈ ഭാഗം കാണാൻ പറ്റുന്നില്ല എന്ന്. ഇപ്പൊ റൈറ്റിൽ വരുന്ന എന്താണ് 3 സംഘങ്ങൾ ചേർന്നിട്ടാണ് എന്ത് മുച്ചംഗം എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ സംഘം എവിടെ വെച്ചാണ് നടക്കുന്നത്? ആദ്യത്തെ സംഘം മധുരയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ സംഘം മധുരയിൽ വെച്ചിട്ട് അത് അറ്റൻഡ് ചെയ്യുന്ന ആരൊക്കെയാണെന്നാണ് ഗോഡ്സ് ആൻഡ് ലെജൻഡറി സെയിൻറ്റ്സ്. എന്താണ് ആ സമയത്ത് ദേവന്മാരും വലിയ വലിയ സന്യാസികളൊക്കെയാണ് ആ സംഘം അറ്റൻഡ് ചെയ്തത്. അവിടെ പ്രത്യേകിച്ച് എന്താണ് ലിറ്റററി വർക്ക്സ് ഒന്നും വന്നില്ല. രണ്ടാമത്തെ സംഘം വരുന്നത് കപടപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. കപടപുരം രണ്ടാമത്തെ സംഘം വരുന്നത് കപടപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിനായിട്ട് ആ സമയത്തുണ്ടായിരുന്ന ഒരു ലിറ്റററി വർക്കാണ് തോൽക്കാപ്യം. മൂന്നാമത്തെ സംഘം വരുന്നത് മധുരയിൽ വെച്ചിട്ട് തന്നെയാണ്. മെയിൻലി മിക്കവാറും ഉള്ള എല്ലാ വർക്ക്സും എന്താണ് ഈ മൂന്നാമത്തെ ഒരു സംഘത്തിൽ എന്താണ് കമ്പൈൽ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതറിഞ്ഞാൽ മതി. 3 സംഘങ്ങളുണ്ടായിരുന്നു, അവരെ ചേർത്ത് മുച്ചംഗം എന്ന് പറഞ്ഞു. ആദ്യത്തെ സംഘം എവിടെ ആയിരുന്നു? മധുരയിലായിരുന്നു. അത് അറ്റൻഡ് ചെയ്തത് ആരൊക്കെയാണ്? എന്താണ് അവിടെ പ്രത്യേകിച്ച് ലിറ്റററി വർക്കൊന്നും വന്നില്ല. രണ്ടാമത്തെ ഓരോ സംഘത്തിലും എന്തായിരിക്കും ഈ കവികൾ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ബുക്കുകളൊക്കെ കമ്പൈലേഷൻസ് ആയിരിക്കാം നടന്നിരിക്കുന്നത്. രണ്ടാമത്തെ സംഘം കപടപുരത്തിലും മൂന്നാമത്തെ സംഘം എവിടെയാണ്? മധുരയിലും ആയിരുന്നു. ചേർത്തിട്ടാണ് മുച്ചംഗം എന്ന് പറയുന്നത്. അതുപോലെ ഈ 3 രാജവംശങ്ങൾ, അതായത് ചോള, ചേര, പാണ്ഡ്യാസ്, ഈ 3 രാജവംശങ്ങളെ ചേർത്തിട്ടാണ് മൂവേന്ദർ എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുള്ളതാണ് SSCക്ക്. മൂവേന്ദർ ഏത് രാജവംശങ്ങൾ ചേരുന്ന 3 രാജവംശങ്ങൾ. അതിൽ ചിലപ്പം എന്താണ് രാഷ്ട്രകൂത്ത, പാല, പ്രതിഹാരാസ് ഒക്കെ തരും. അവരും ട്രൈപാർട്ടി, ഈ 3 കമ്പൈലേഷൻസ് ആണല്ലോ. അപ്പൊ മൂവേന്ദർ എന്ന് പറയുന്നത് ഏത് രാജവംശങ്ങളാണ്? ചോള, ചേര, പാണ്ഡ്യാസ് ചേരുന്ന ആ ഗ്രൂപ്പിനെയാണ് മൂവേന്ദർ എന്ന് പറയുന്നത്. ഈ 3 സംഘങ്ങളെ ചേർത്തിട്ടാണ് എന്തെന്ന് പറയുന്നത്? മുച്ചംഗം എന്ന് പറയുന്നത്. ഇനി ആലോചിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ബുക്കുകൾ ഉണ്ടെന്ന് മനസ്സിലായി. ആ കാലഘട്ടത്തിൽ കുറേ തമിഴ് ബുക്കുകൾ എഴുതപ്പെട്ട, അതായത് തമിഴ് ബുക്കുകൾ എഴുതപ്പെട്ട ഒരു കാലഘട്ടമാണ് സംഘകാലഘട്ടം എന്ന് വെച്ചാൽ മലയാളികളുടെയും തമിഴരുടെയും എല്ലാ കാര്യങ്ങളെയും പറ്റി എഴുതപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ആലോചിക്കുക, എന്തായിരിക്കും ആൾക്കാർ ഡിസ്കസ് ചെയ്തേക്കുന്നത്? അതായത് ഈ ബുക്കുകളിലൊക്കെ ഇവർ എന്തിനെ പറ്റിയായിരിക്കും, ഇവർക്ക് എന്തൊക്കെ അറിയാം, എന്തിനെ പറ്റിയായിരിക്കും ഡിസ്കസ് ചെയ്തേക്കുന്നത്? അപ്പോൾ ഇന്നത്തെ പോലെ പല പല ടോപ്പിക്സിന് പല പല ബുക്കുകളൊന്നും ഇല്ല. അവിടെ മെയിൻ ബുക്കുകളെ നമുക്ക് 2 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഒരു സെറ്റ് ബുക്കുകൾ എന്തിനെ പറ്റിയായിരിക്കും? സ്നേഹത്തിനെ പറ്റിയും. മറ്റേ ഒരു സെറ്റ് ബുക്ക് എന്താണ്? ധീരതയെ പറ്റിയും, അല്ലെങ്കിൽ ധീരത ഡിനോട്ട് ചെയ്യുന്ന യുദ്ധങ്ങളെ പറ്റിയും. അപ്പോൾ ഒന്നെന്താണ് സ്നേഹത്തെ പറ്റിയും, ഒന്നെന്താണ് ധീരതയെ പറ്റിയും. അപ്പോൾ മെയിൻ പോയട്രി നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അത് ലവ് എന്താണ്? അകത്തൂന്ന് വരുന്നതാണ്. അതുകൊണ്ട് അതിനെ എന്താണ്? അകം എന്ന് ഡിനോട്ട് ചെയ്യുന്നു. എന്താണ്? ബ്രേവറി, ധീരത കാരണം ഉള്ള യുദ്ധങ്ങളൊക്കെയുള്ള പുറത്തുനിന്നാണ്. നമ്മൾ പഠിച്ചിരിക്കാൻ വേണ്ടി പറയുന്നതാണ്, അല്ലാതെ മീനിങ് അല്ല. അപ്പൊ അതെന്താണ്? ബ്രേവറി നമ്മൾ പുറം എന്ന് പറയും. അപ്പൊ മൊത്തം ലിറ്ററേച്ചർ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അകം നന്നൂരും പുറം നന്നൂരും. അപ്പൊ അകം നന്നൂർ എന്താണ്? ലവ്, സ്നേഹവുമായിട്ട് പ്രണയകാവ്യങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത്? അകം നന്നൂരിൻ്റെ അകത്ത് വരുന്നത്. പുറം നന്നൂരിൻ്റെ അകത്ത് ധീരതയും, ചിലപ്പോൾ ധീരത കാണിക്കുക എന്താണ്? ചില രാജാക്കന്മാരുടെ യുദ്ധങ്ങളൊക്കെ പറയേണ്ടി വരും. അപ്പൊ യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് എന്ത്? പുറം നന്നൂരിൽ വരുന്നത്. നിങ്ങൾക്കറിയാം എന്താണ്? ഓൾറെഡി കവിതകളും എന്താണ് കാര്യങ്ങളൊക്കെ ഈ 2 സെറ്റ് ടോപ്പിക്കിൽ നമുക്ക് എഴുതണം. അപ്പം ഇങ്ങനെ എഴുതണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഷയിൽ എഴുതണം. നമ്മളൊരു കഥ എഴുതണം, കവിത എഴുതണം. നമ്മൾ തന്നെ എന്താണ് കവിതയും കഥയൊക്കെ എഴുതാം. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഇംഗ്ലീഷിൽ പെട്ടെന്നൊരു കവിത എഴുതുമോ? കവിത എഴുതുമ്പോൾ ആദ്യമുള്ള പേടി എന്താ? ഗ്രാമർ തെറ്റുമെന്നുള്ള. അപ്പം ഇവിടെയും നമുക്കൊരു കവിതയൊക്കെ എഴുതണമെങ്കിൽ എന്ത് വേണം? ഗ്രാമർ വേണം. അതായത് പോയട്രിക്ക് നമുക്ക് എന്ത് വേണം? ഗ്രാമർ വേണം. അപ്പം ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ നമുക്കുണ്ടോ? ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? അഗത്യവും തോൽക്കാപ്യവും. ഇത് രണ്ടും എന്താണ്? സംഘകാലഘട്ടത്തിലെ ഗ്രാമർ റിലേറ്റഡ് ബുക്സ് ആണ്. അഗത്യം, തോൽക്കാപ്പി, ഈ 2 ബുക്കുകൾ എന്താണ്? ഗ്രാമറിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് ഗ്രാമർ റിലേറ്റഡ് ബുക്സ് ഉണ്ട് എന്നാണ്. അത് വെച്ചിട്ടാണ് ഈ 2 അതായത് ലവും ബ്രേവറിയും തമ്മിലുള്ള കഥകളൊക്കെ എഴുതിപ്പോയിരുന്നത്. ഇത് 2 എന്നാണ്? ഗ്രാമർ റിലേറ്റഡ് ബുക്സ് ആണ്. ഓക്കെ, ഇനി മൊത്തത്തിൽ സംഘം ഏജ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞേക്കാണ്. എന്താണ്? അസോസിയേറ്റഡ് വിത്ത് അസംബ്ലി ഓഫ് റോയൽ തമിഴ് സ്കോളേഴ്സ്. അപ്പോൾ ഇവരുടെ ഒരു പാട്രണേജ്, അതായത് ഇവരെ പ്രൊമോട്ട് ചെയ്തത് ഏത് രാജവംശമാണ്?
പാണ്ഡ്യൻ കിങ്സ് ആണ്. ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ ഇവരെ പ്രൊമോട്ട് ചെയ്ത ആരാണ്? പാണ്ഡ്യൻ കിങ്സ് ആണ്. എവിടെയാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്? മധുരയിൽ. അതുപോലെ തന്നെ ഇത് കമ്പയർ ചെയ്ത കാലഘട്ടം സംഘൽ ലിറ്ററേച്ചർ ഏതാണ്? നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു 300 BC മുതൽ 300 AD ഇടയിൽ കിടക്കുന്ന ഒരു 600 വർഷ കാലഘട്ടത്തിന് പല ഭാഗങ്ങളിലായിട്ടാണ് എന്ത് സംഘ കാലഘട്ടത്തിലെ കൃതികളെല്ലാം വന്നിരിക്കുന്നത്. ഇതിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാനുള്ളത്, ഇവിടെ കുറേ എപ്പിക്സ്, കുറേ വലിയ വലിയ സാഹിത്യ കൃതികൾ എഴുതി. അതിലൊരു 3-4 എണ്ണമെങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം. അതിലെ ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടതുപോലെ തിരുക്കുറൽ എന്ന ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അതിനെ കുറൽ എന്നും പറയും. തിരുക്കുറൽ അല്ലെങ്കിൽ കുറൽ എഴുതിയത് ആരാണ്? തിരുവള്ളുവറിൻ്റെ തിരുക്കുറൽ. ഇതാണ് എന്താണ്? 5ാമത്തെ വേദം അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബുക്കാണെന്ന് തിരുക്കുറൽ. 5ാമത്തെ, നമുക്ക് 4 വേദങ്ങളൊക്കെ നമ്മൾ വേദിക് KG പഠിച്ചല്ലേ. അപ്പം 5ാമത്തെ വേദം എന്നും എന്താണ് തമിഴ്നാടിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബുക്കും ഏതാണ്? തിരുക്കുറലാണ്. തിരുക്കുറൽ അല്ലെങ്കിൽ കുറൽ എഴുതിയത് ആരാണ്? തിരുവള്ളുവറാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ബുക്കാണ് എന്ത്? സിലപ്പതികാരം. നമ്മൾ ആദ്യം പറഞ്ഞ കഥ. ഇതാണ് തമിഴ് കാലഘട്ടത്തിലെ സംഘകാലഘട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ബുക്ക്. എഴുതിയത് ആരാണ്? ഇളങ്കോ അടികളാണ്. സിലപ്പതികാരം എന്നാണ് ജുവൽഡ് ആംഗ്ലറ്റ്. നമുക്ക് ആ ചിലമ്പിനെ ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. ആ കഥയുടെ എന്താണ് ലവ് സ്റ്റോറി, കോവലും മാധവിയും തമ്മിലുള്ള ലവ് സ്റ്റോറിയും കണ്ണകിയും തമ്മിലുള്ള ജീവിതവും ഇതൊക്കെയാണ് ഏതിൽ പറയുന്നത്? സിലപ്പതികാരം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ബുക്കാണ് മണിമേഖലൈ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നോട്ട് എഴുതണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് എന്താണ് ബുക്ക് ഏതാണ്, ഓതർ ഏതാണ്, കഥ ഇമ്പോർട്ടൻ്റ് അതിനെ ഡിനോട്ട് ചെയ്തതിലും പോയിന്റ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. അപ്പം മണിമേഖലൈ ആരെഴുതിയ ബുക്കിലാണ്? സത്തലൈ സത്തനാർ എഴുതിയ ബുക്കാണ് മണിമേഖലൈ. ഇതിനെയാണ് തമിഴ് പോയട്രിയുടെ ഒഡീസി എന്ന് കരുതപ്പെടുന്നത്. ഒഡീസി എന്താണ്? ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രീക്ക് ബുക്കാണ്. ഇലിയാഡിൻ്റെ 2nd പാർട്ട് ഹോമർ എഴുതിയ ഒരു ഫേമസ് ബുക്കാണ് എന്ത്? ഒഡീസി. ഈ യുദ്ധം സംബന്ധിച്ച്, യുദ്ധത്തിൽ പങ്കെടുത്ത ഒരാൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ വരുന്ന ഹാർഡ്ഷിപ്സ് അതൊക്കെ ഡിനോട്ട് ചെയ്ത് വരുന്ന ബുക്കാണ് ഒഡീസി. അപ്പോൾ തമിഴ് പോയട്രിയുടെ ഒഡീസി എന്നറിയപ്പെടുന്ന ബുക്ക് ഏതാണ്? മണിമേഖലയാണ്. മണിമേഖലയാണ് തമിഴ് സംഘത്തിൻ്റെ എന്താണ് ഒഡീസി എന്നറിയപ്പെടുന്ന ബുക്ക്. ഇത് എഴുതിയത് ആരാണ്? സത്തനാറാണ്. അപ്പോൾ തിരുക്കുറൽ എഴുതിയത് ആരാണ്? തിരുവള്ളുവർ. സിലപ്പതികാരം ആരാണ്? ഇളങ്കോ അടികൾ. അതുപോലെ മണിമേഖല എഴുതിയത് ആരാണ്? സത്തനാർ. ഇനി വരുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ജീവക ചിന്താമണി. ഇതിൻ്റെ അകത്ത് ജീവക എന്ന് പറയുന്ന ഒരു ഹീറോ ആണ് വരുന്നത്. അദ്ദേഹത്തിന് എന്താ ലക്ഷറിയസ് ആയിട്ടൊരു ലൈഫും പിന്നീട് അദ്ദേഹം ജൈനിസത്തിലേക്ക് കൺവേർട്ട് ആവുന്നു. അപ്പോൾ ജൈനിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇത് എഴുതിയത് ഒരു ജൈനനാണ്. ആരാണ്? തിരുത്തക്ക ദേവർ എന്ന് പറയുന്ന ആൾ എഴുതിയ ബുക്കാണ് ജീവക ചിന്താമണി. അടുത്ത ബുക്ക് വരുന്നത് കുണ്ടലകേശിയാണ്. കുണ്ടലകേശി നാഗുത്തനാർ എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ വരുന്ന ബുക്ക് വളയപതിയാണ്. മെയിനായിട്ട് ഈ വളയപതി എഴുതിയത് ആരാണെന്ന് നമുക്ക് എന്താണ് അത്ര അറിയത്തില്ല. കാരണം നമുക്ക് എല്ലാത്തിനും കറക്റ്റ് കോൺക്രീറ്റ് ആയിട്ട് ആരാണ് എഴുതിയെന്ന് അറിയത്തില്ല. വളയപതിയുടെ ഓതറിനെ നമുക്ക് അറിയത്തില്ല. അപ്പം ഇത്രയാണ് ഫേമസ് ആയിട്ട്. ഇപ്പം ജീവക ചിന്താമണി ആരാണ്? ജീന തിരുത്തക്കദേവർ. കുണ്ടലകേശി ആരാണ് എഴുതിയത്? നാഗുത്തനം. ഈ സംഘകാലഘട്ടം റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുക്കുകൾക്ക് എന്തെങ്കിലും പേരുകളുണ്ടോ? ഇപ്പം എന്താണ് മണിമേഖലയിൽ നിങ്ങൾ എന്താണ് ഒഡീസി ഓഫ് തമിഴ് പോയട്രി എന്നല്ലേ, അങ്ങനെ എന്തെങ്കിലും പേരുകളുണ്ടെങ്കിൽ അതുകൂടെ ഡിനോട്ട് ചെയ്യാം. ഇനി മെയിനായിട്ട് വരുന്നത് ട്രേഡാണ്, കച്ചവടങ്ങൾ. അതായത് സംഘകാലഘട്ടത്തിലെ ട്രേഡ് നമ്മൾ ചോളചേര പാണ്ഡ്യാസ് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ സംഘകാലഘട്ടത്തിലെ ട്രേഡ് ആരൊക്കെ തമ്മിലായിരുന്നു? റോമൻസും ഗ്രീക്കുമായിട്ടും വരെ എന്താണ് സംഘകാലഘട്ടത്തിന് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ റോമൻ കിങ് ആയ ഓഗസ്റ്റസിന്റെ എന്താണ് ഒരു അമ്പലം മുസീരീസിൽ പണിത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നോക്കിയാണ്. ഈ ഒരു കാലഘട്ടത്തിലെ സംഘകാലഘട്ടത്തിൽ ഒരു മെയിൻ ദേവൻ തമിഴാണ്. അപ്പോൾ മെയിൻ ദേവൻ ആരാണ് വരുന്നത്? മുരുകനാണ്. മുരുകനെ എന്തും പറയാറുണ്ട്? സുബ്രഹ്മണ്യൻ എന്നും പറയാറുണ്ട്. ഇനി എന്താണ് ഇവർ ട്രേഡ് ചെയ്തത്? മെയിനായിട്ടുള്ള ടേംസ് എന്തൊക്കെയാ? മെയിനായിട്ടുള്ള ഐറ്റംസ് എന്താണ്? പെപ്പർ. അപ്പോൾ പെപ്പറിനെ യവനപ്രിയ എന്നും പറയാറുണ്ട്. എന്തുകൊണ്ട് യവനപ്രിയ? ഈ യവന എന്ന് പറയുന്നത് പെപ്പറിൻ്റെ ഗ്രീക്ക് നെയിമാണ്. ഗ്രീക്ക്. അപ്പോൾ ഈ ഒരു പേര് വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവർക്ക് ആരുമായിട്ട് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു? ഗ്രീക്കുമായിട്ട് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് കച്ചവടം ചെയ്തത്? മുസ്ലിം. ഇപ്പോൾ മുസ്ലിം നിങ്ങൾ മോഡേൺ ഹിസ്റ്ററി പഠിക്കുമ്പോഴും കാണും. മുസ്ലിം എന്താണ്? ഒരു ടൈപ്പ് ഓഫ് കോട്ടൺ ക്ലോത്ത് ആണ്. അപ്പോൾ ഒരു ക്ലോത്ത്, ജെംസ്, പേൾസ്, സ്പൈസസ് ഇതൊക്കെയാണ് മെയിനായിട്ട് എന്താണ് ഇവർ റോമിലേക്ക് കയറ്റുമതി ചെയ്ത സാധനങ്ങൾ എന്ന് പറയുന്നത്. തുണിത്തരങ്ങൾ, സ്പൈസസ്, പിന്നെ എന്താണ് ജുവൽസ്, ഇതൊക്കെയാണ് എന്ത് സംഘകാലഘട്ടത്തിലെ ആൾക്കാർ റോമിലേക്കും ഗ്രീക്കിലേക്കും ഒക്കെ ട്രേഡ് ചെയ്ത വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡ്സ് ആരൊക്കെ തമ്മിലുണ്ടായിരുന്നു? റോംസുമായിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഡിനോട്ട് ചെയ്യുന്ന ഒരു അമ്പലം അവരവിടെ പണിതിട്ടുണ്ട്. ആരുടെ? റോമൻ എംപറർ ഓഗസ്റ്റസിന്റെ. എവിടെയാണ് പണിതത്? കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ മുസീരീസിൽ. യവനപ്രിയ എന്ന് പറയുന്നത് എന്തിൻ്റെ ടേമാണ്? ഗ്രീക്ക് ടേമാണ്. പെപ്പറിൻ്റെ ഗ്രീക്ക് ടേം, സാൻസ്ക്രിറ്റില്ല, ഗ്രീക്ക് ടേമാണ് വരുന്നത്.
ഓക്കെ, ഇനി ഫേമസ് ആയിട്ടുള്ള 2-3 ഫാക്റ്റുകൾ പോയിന്റുകളാണ്. ഉരയൂർ എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞു ഏതാണ്, ചോളാസിന്റെ ക്യാപിറ്റൽ ആണ്. അത് എന്തിന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, പേൾസിനും മുസ്ലിംസ് ക്ലോത്താന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി യവന ഷിപ്സ്, അതായത് ഗ്രീക്കുകാരുടെ ഷിപ്സ് എവിടെ വരാറുണ്ടായിരുന്നു, കാവേരി പട്ടണം, അതും ചോളാസിന്റെ ആണ്, കാവേരി പട്ടണത്തിൽ. ഇനി 2 ടേംസ് ആണ് വരുന്നത്, കടിമരം അല്ലെങ്കിൽ കാവൽ മരം. ഈ 2 മരങ്ങൾ എന്ന് പറയുന്നത് ട്യൂട്ടിലറി ട്രീസ് ആയത്, എന്ന് വെച്ചാൽ ഒരു രാജാവിന്റെ പവർ കാണിക്കാൻ ഡിനോട്ട് ചെയ്യുന്ന ഒരു വലിയ മരം, അല്ല അത്രയും ഒരു പവർഫുൾ മരമായിട്ട് അവർ കരുതപ്പെടുന്ന മരങ്ങളാണെന്ത്, അതിനെയാണ് കാവൽ മരം എന്നൊക്കെ പറയുന്നത്. ഇനി യാലെന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിലെ ടേമാണ് യാലെന്ന് വെച്ചാൽ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ് ആണ്. സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ വീണ പോലത്തെയൊക്കെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് യാലെന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിലെ വേറൊരു ടേമാണ് പുലിയാസ് എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ്, താഴേക്കിടയിലുള്ള ക്രാഫ്റ്റ്സ്മെൻ ആണ്. ഈ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് പുലിയാസ്. ഇതൊക്കെ ജസ്റ്റ് അപ്പോൾ ടേംസ് മാത്രം, ഈ ഒരു കാലഘട്ടത്തിലെ ടേമുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് സംഘകാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ് ആണ് തിണൈസ്. ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതെന്തായിരിക്കും, സംഘം ലിറ്ററേച്ചർ ആയിരിക്കും, അതായത് എന്തൊക്കെയാണ് ബുക്കുകൾക്ക് എന്തെങ്കിലും ടൈറ്റിൽ ഉണ്ടോ, അത് എഴുതിയത് ആരാണ്. രണ്ടാമത് അതിനോടൊപ്പം തന്നെ നമുക്ക് സംഘകാലഘട്ടത്തിലെ എന്താണ് വരുന്നത്, തിണൈകളാണ്. 5 തിണൈകളാണ് ഉണ്ടായത്. അപ്പോൾ തിണൈകൾ എന്ന് വെച്ചാൽ എന്താണ്, ജോഗ്രഫിക്കൽ ഡിവിഷൻ ആണ്. നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാൻ പറ്റുന്ന പോലെ ഈ റെഡ് കളറിലാണ് എന്താ, കുറിഞ്ചി തിണൈ, പച്ച എന്താണ്, പാലൈ തിണൈ, ഇതെന്താണ്, മുല്ലൈ തിണൈ, ഇത് ബ്ലാക്കിൽ കൊടുത്തേക്കുന്ന മരുതം തിണൈ, നെയ്തൽ തിണൈ. അതായത് ജോഗ്രഫിക്കലി നമ്മൾ എന്താണ്, ലാൻഡിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 5 ഡിവിഷന്റെ ജോഗ്രഫിക്കൽ ഏരിയ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതിയും അവർ ആരാധിക്കുന്ന ദൈവവും ഒക്കെ വരുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് കുറിഞ്ചി തിണൈ, അതായത് ഈ റെഡ് ഭാഗത്ത് കാണുന്നത്. ഓക്കെ, കുറിഞ്ചി തിണൈ എന്ന് വെച്ചാൽ മൗണ്ടെയിൻ റീജിയൻ ആണ്. മൗണ്ടെയിൻ റീജിയൻ അല്ലെ ഹില്ലി ഏരിയാസ്, അവിടെ കുറച്ച് ഫോറസ്റ്റിന്റെ ഇതൊക്കെ കാണും. മൗണ്ടെയിൻസ് ആണ് കുറിഞ്ചി തിണൈ. അപ്പോൾ മൗണ്ടെയിൻസിൽ അവരുടെ ദൈവമായിട്ട്, അപ്പോൾ മൗണ്ടെയിൻസിലാണ് ഇപ്പം നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിത രീതി എന്തായിരിക്കും, മൗണ്ടെയിൻസ് കുറച്ച് ഫോറസ്റ്റ് ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്, ഹണ്ടിങ് ഗാദറിങ്, അതായത് എന്താണ്, വേട്ടയാടി ജീവിക്കും. അതോടൊപ്പം തന്നെ എന്താണ്, കാറ്റൽ റിയറിങ്, എന്താണ്, കന്നുകാലികളെ വളർത്തും. അതൊക്കെ ആയിരിക്കും നിങ്ങൾ എന്ത്, മൗണ്ടെയിൻസ്. അപ്പം നിങ്ങൾ ഓരോ ജോഗ്രഫിക്കൽ ഏരിയ നോക്കുക, അവിടെ ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ എന്ത് ജോലിയായിരിക്കും ചെയ്യാൻ ചാൻസ്, അത് മാത്രം നോക്കിയാൽ മതി. അവിടെ ആരാണ് ദൈവം വരുന്നത്, മുരുകനാണ്. ആരാണ് ദൈവം വരുന്നത്, മുരുകന്. അപ്പം മൗണ്ടെയിൻ ഏരിയാസ് ആണെന്ത്, കുറിഞ്ചി എന്ന് പറയുന്നത്. അപ്പം കുറിഞ്ചിയുടെ തൊട്ട് താഴെ വരുന്ന പാലൈ എന്ന് പറയുന്നത് എറിഡ് ഏരിയാസ് ആണ്. എറിഡ് അല്ലെങ്കിൽ സെമി എറിഡ് ഏരിയാസ്. എന്താണ് എറിഡ് അല്ലെങ്കിൽ സെമി എറിഡ് ഏരിയാസ് എന്ന് വെച്ചാൽ ഒരു ഡിസേർട്ട് ടൈപ്പ് വെജിറ്റേഷൻ ആയിരിക്കും. അതായത് ഇവിടെ ഒന്നും വളരില്ല. അപ്പോൾ ഒന്നും വളരാത്തൊരു സ്ഥലത്ത് ആൾക്കാരെന്താണ്, എങ്ങനെ ജീവിക്കും? ഇപ്പോൾ ഇവിടെ എന്താണ്, കൃഷി ചെയ്യാൻ ഭൂമിയുണ്ട്, പക്ഷെ അവിടെ ഒന്നും വളരില്ല. അപ്പോൾ അവിടുത്തെ ആൾക്കാർ മോസ്റ്റ്ലി എന്ത് ചെയ്യാനാ ചാൻസ്, അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരെ പിടിച്ചു പറിച്ച് ജീവിക്കാനായിരിക്കും. ഏറ്റവും കൂടുതൽ റോബറി ഒക്കെ നടക്കുന്ന ഏത് തിണയിലാണ്, പാലൈ തിണയിലാണ്. അതാണ് കാറ്റിൽ ലിഫ്റ്റിംഗ്, ഹൈവേ റോബറി. മറ്റുള്ള അടുത്തുള്ള ആൾക്കാരുടെ എന്താണ്, പശുക്കളെയൊക്കെ മോഷ്ടിച്ചോണ്ട് വരിക, അതുവഴി നടക്കുന്ന ആൾക്കാരെ പിടിച്ചു നിർത്തി സാധനങ്ങൾ മേടിക്കുക. ഇതൊക്കെയാണ് പാലയിലുള്ള ആൾക്കാരുടെ ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ദൈവം വരുന്നത് കൊട്രവൈയാണ്. നിങ്ങൾക്കറിയാം, ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കണമെങ്കിൽ അതുപോലെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്വരൂപമായിരിക്കും എന്ത് ഇവർ ആരാധിച്ചു പോകുന്നത്. അപ്പോൾ കൊട്രവൈ എന്ന് വെച്ചാൽ കാളീദേവിയാണ്. കൊട്രവൈ എന്ന് പറയുന്നത് കാളീദേവിയാണ്. അപ്പോൾ ജോഗ്രഫിക്കൽ ഏരിയ നോക്കുക, ആ ഏരിയയിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതായിരിക്കും അവരുടെ ഒക്കുപ്പേഷൻ. ആ ഒക്കുപ്പേഷൻ ഉതകുന്ന രീതിയിലുള്ള എന്താണ്, ദൈവങ്ങളെ ആയിരിക്കും ഇവർ ആരാധിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമത് ഇത് കഴിഞ്ഞിട്ട് എന്താണ്, ഈ മൗണ്ടെയിൻ റീജിയന്റെ താഴെയുള്ള ഈ പച്ച കളർ സെമി എറിഡ് ഏരിയാസ് ആണ്. അതാണ് എന്ത് വരുന്നത്, പാലൈ വരുന്നത്. അടുത്ത വരുന്നത് മുല്ലൈ ആണ്. മുല്ലൈ വരുന്നത് ഫോറസ്റ്റ് ഏരിയാസ് ആണ്. ഫോറസ്റ്റ് ഗ്രാസ് ലാൻഡ് ഏരിയാസ്. ഇപ്പോൾ ഫോറസ്റ്റും ഗ്രാസ് ലാൻഡും ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഗ്രാസ് ലാൻഡ് പുൽമേടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും, എന്താണ്, പശുക്കളെ വളർത്താൻ പറ്റും. അപ്പം മെയിൻ ഒക്കുപ്പേഷൻ വരുന്നത് എന്താണ്, കാറ്റൽ റിയറിംഗ് ആണ്. ഇവരുടെ ദൈവമായിട്ട് ആരാണ് വരുന്നത്, മായോൺ. മായോൺ എന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ ഒരു ഫോം ആണെന്നാണ് പറയുന്നത്, വിഷ്ണു. അടുത്ത വരുന്നത് മരുതമാണ്. മരുതം എന്ന് വെച്ചാൽ വെറ്റ് ലാൻഡ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡ്സ്. അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ നല്ല ഭൂമിയാണ് എന്താ, മരുതം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മെയിൻ ഒക്കുപ്പേഷൻ എന്ത് തന്നെയായിരിക്കും, അഗ്രികൾച്ചർ ആയിരിക്കും. ദൈവം ആരാണ്, ഇന്ദ്രദേവനാണ്. അടുത്ത ലാസ്റ്റ് വരുന്നത് നെയ്തലാണ്. നെയ്തൽ എന്ന് വെച്ചാൽ കോസ്റ്റൽ റീജിയൻ ആണ്, തീരപ്രദേശം. കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ട് തന്നെ തീരപ്രദേശത്തുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും ജീവിച്ചിരിക്കുന്നത്, ഫിഷിംഗ്,
പിന്നെന്താണ് ചെയ്യാൻ പറ്റുന്നത്? സോൾട്ട് മാനുഫാക്ചറിങ്. ഇവരുടെ ദൈവം ആരാണ്? വരുണനാണ്. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് സംഘകാലഘട്ടത്തിൽ നിന്ന് ഒരു ചോദ്യം വരികയാണെങ്കിൽ മോസ്റ്റ് എന്താണ് ഒരു 80% ക്വസ്റ്റ്യനും എന്തായിരിക്കും? ഈ 5 തിണകൾ ബേസ്. അപ്പം 5 തിണകളുടെ ജോഗ്രഫിക്കൽ ഡിവിഷൻ, ആ ജോഗ്രഫിക്കൽ ഡിവിഷൻ വെച്ച് തന്നെ നിങ്ങൾക്ക് എന്താണ് അവിടെയുള്ള ആൾക്കാരുടെ ഒക്കുപ്പേഷൻ പറയാൻ പറ്റും, അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും വൺ വേർഡ് ആയിട്ടും വരാം. ഇതാണ് അതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ പിക്ചർ വരുന്നത്. എന്താണ് റെഡ് ആയിട്ടുള്ളതാണ് കുറിഞ്ഞ്. ഇത് മൗണ്ടെയിൻ ഏരിയാസ്. മൗണ്ടെയിൻ ഏരിയാസിൻ്റെ തൊട്ട് താഴെ കുറച്ച് ഏറിഡ് അല്ലെങ്കിൽ സെമി ഏറിഡ് ഏരിയാസ്. അതിന് താഴെ എന്താണ് ഫോറസ്റ്റ് ഏരിയാസ് വരുന്നു. അതിന് താഴെ എന്താണ് മരുതം അല്ലെ അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റൽ റീജിയണിലാണ് എന്ത് വരുന്നത്? നെയ്തൽ റീജിയൺ. അപ്പോൾ ഈ 5 റീജിയണുകൾ, 5 റീജിയൻസിൻ്റെ ഒക്കുപ്പേഷൻസ്, അവിടെ വരുന്ന ദൈവങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പോസ് ചെയ്തിട്ട് നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതി സൂക്ഷിക്കുക. അടുത്ത് ഇനി സൊസൈറ്റിയെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം 5 തിണകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 5 തിണകളുടെ ഇടയിൽ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നോ നമ്മൾ നോക്കാൻ പോകുന്നത്? ഉണ്ടായിരുന്നോ? കാണും. കാരണം ഇപ്പം നെയ്തലിലുള്ള ആൾക്കാർക്ക്, കോസ്റ്റൽ റീജിയനുള്ള ആൾക്കാർക്ക് ഇവർക്ക് ഫിഷിങ്ങിന് പോകണമെങ്കിൽ എന്താ ബോട്ട് വേണം. അപ്പോൾ ഈ ബോട്ട് ഇവരെങ്ങനെയാണ്? കോസ്റ്റൽ റീജിയനിലുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും ബോട്ട് ഉണ്ടാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ എന്താണ് മരങ്ങൾ വേണം. അപ്പോൾ ഇവർ മരങ്ങൾ, വലിയ വലിയ മരങ്ങൾ എവിടെയാണ് വരുന്നത്? മൗണ്ടെയിൻസിലാണ് വരുന്നത്. അപ്പോൾ ഇവർ മൗണ്ടെയിൻസിൽ അല്ലെങ്കിൽ എന്താണ് വലിയ വലിയ ഫോറസ്റ്റ് ഏരിയാസിലാണ്. അപ്പോൾ ഇതിന് ഈ മരങ്ങൾ വേണമെങ്കിൽ ഇവർ ആരെ എന്താണ് ബാക്കിയുള്ളതിനെ അല്ലെങ്കിൽ മുല്ലൈ തിരകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പം അങ്ങനെയാണ് എന്താണ് അവരായിരിക്കും ചിലപ്പോൾ എന്ത് ഇവർക്ക് ഈ ഒരു ബോട്ട് പണിയാനുള്ള മരങ്ങളൊക്കെ കൊടുക്കുന്നത്. അതാണ് ഈ തിണകൾ. ഇപ്പോൾ എന്താണ് മറ്റേ മുല്ലൈ റീജിയനുള്ള ആൾക്കാർക്ക് മീൻ കഴിക്കണമെന്ന് തോന്നി ആരെ ഡിപ്പെൻഡ് ചെയ്യും? നെയ്തയിലുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ഈ ഒരു തിണകൾ തമ്മിൽ എന്താണ് ഒരു ഇന്റർ കണക്ഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സൂപ്പർസ്റ്റീഷ്യസ് സൊസൈറ്റി, അതായത് സൊസൈറ്റി ഭയങ്കര അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞാണ്. ഈ ഒരു കഥകളും കാവ്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര അന്ധവിശ്വാസങ്ങൾ. അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത്? കാരണം എന്താണ് അന്ധവിശ്വാസങ്ങളിലെ ഈ ഒരു ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന മന്ത്രവാദികളിലൊക്കെ എന്താണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് സോഷ്യലി ഫ്ലെക്സിബിൾ ആയിരുന്നു. നമുക്ക് ഇന്ന് കാണുന്ന റെസ്ട്രിക്ഷൻസ് പോലും എന്താണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏത് മതത്തിലുള്ള ആൾക്കാരെയും കല്യാണം കഴിക്കാം. ഇന്റർ മാരേജസ് ഭയങ്കര പ്രിവലൻ്റ് ആയിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലെ കഥ പറയുന്നത് ഇപ്പം എന്താണ് ഏതെങ്കിലും ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ കഥയാണ് എന്താണ് ആ പെൺകുട്ടിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എന്താണ് നമുക്ക് കുടിൽ കെട്ടി താമസിക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ആങ്ങളെയും അച്ഛന്മാരും ഒന്നും ചെയ്യത്തില്ല ആ കാലഘട്ടത്തിൽ. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ എന്താണ് ഈ കുട്ടിക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഇദ്ദേഹത്തെ കല്യാണം കഴിക്കാം. ഇല്ലേ ആ കുട്ടി മൈൻഡ് ചെയ്തില്ലെങ്കിൽ എന്താണ് ഈ കുടിലും പൊളിച്ച് ഇയാൾ പോകും എന്നൊക്കെയുള്ള കഥകൾ ഏത് കാലഘട്ടത്തിലുണ്ട്? സംഘ കാലഘട്ടത്തിലുണ്ട്. ഇനി എന്താണ് റിലീജിയനാണ്. ഈ ഒരു സംഘ കാലഘട്ടത്തിൽ റിലീജിയൻ എന്താണെന്ന് നോക്കിയാൽ പ്രത്യേകിച്ച് നമുക്കൊരു റിലീജിയൻ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ചാതുർവർണ്ണ്യം കാസ്റ്റ് സിസ്റ്റം വരുന്ന ഏതാണ്? ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. ഇപ്പം നിങ്ങൾക്ക് നോർത്തിൽ കാണുന്ന പോലെ സൗത്തിൽ ഇത് കാണാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ ജാതികൾ അറിയാമല്ലോ. ഇതിൽ വൈശ്യാസ് ആരെയാണ് നമ്മൾ വൈശ്യാസ് എന്ന് പറയുന്നത്? കാരണം വൈശ്യാസും പൂണൂലിടുന്ന ആൾക്കാരാണ്. അതായത് ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസൊക്കെ ദ്വിജാസാണ്. അതായത് 2 തവണ ഉപനയനം ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ പൂണൂലിടുന്ന ഏതൊരു കാസ്റ്റ്, അതായത് ബ്രാഹ്മിൺസ് അല്ലാതെ അവരുടെ സബ് കാസ്റ്റുകളല്ലാതെ വേറെ ഏത് കാസ്റ്റ് നമുക്ക് പൂണൂലിടുന്ന പറയാൻ പറ്റും? അതായത് നോർത്തിലുള്ള പോലെ ഒരു ചാതുർവർണ്ണ സിസ്റ്റം നോക്കി എവിടെ ഇല്ലായിരുന്നു? സൗത്തിൽ ഇല്ലായിരുന്നു എന്ന് പറയാം. നമുക്ക് ബ്രാഹ്മിൺസ്, നായസ്, യവസ് അങ്ങനെയൊക്കെയാണ് കാസ്റ്റ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താണ് ഇവരെ ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് എന്ന് പറഞ്ഞ് എന്താണ് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചാതുർവർണ്ണം നോർത്തിലുള്ള പോലെ ഒരിക്കലും എവിടെയില്ല? സൗത്തിലില്ല. പിന്നെ ഈ കാസ്റ്റുകളുടെ ഇടയിൽ സബ് കാസ്റ്റുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാലും അത് നമുക്ക് ചാതുർവർണ്ണയമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത വരുന്ന ബ്രാഹ്മിൺസ്. ഇപ്പം നോർത്തിലുള്ള അതേ ആൾക്കാർ എവിടെ ഉണ്ട്? ബ്രാഹ്മിൺസ് ഉണ്ട്. അവരുടെ വരവ് എന്താണ്? സൗത്തിലുണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്ന ബുദ്ധിസം, ജൈനിസം സൗത്തിലുണ്ട്. കാരണം നമുക്കൊരു ബുക്ക് കണ്ടു, ജീവക ചിന്താമണി. അത് ജെയിൻ ലിറ്ററേച്ചറാണ്, എഴുതിയത് ഒരു ജൈനനാണ്. അപ്പോൾ ഏത് ലിറ്ററേച്ചറൊക്കെ ഉണ്ടായിരുന്നു? ബുദ്ധിസം, ജൈനിസം എന്ന് പറയുന്ന റിലീജിയൻ സൗത്തിൽ ആ സമയത്തേക്ക് വന്നായിരുന്നു. പിന്നെ വരുന്നത് ദ്രവീഡിയൻ റിലീജിയൻ. ആക്ച്വലി സംഘ കാലഘട്ടത്തിലെ റിലീജിയൻ എന്ന് വെച്ചാൽ ദ്രവീഡിയൻ റിലീജിയനാണ്. അതായത് സൗത്ത് ഇന്ത്യയുടെ തന്നെ ഒരു പ്രത്യേക സംസ്കാരം ഫോളോ ചെയ്ത ഒരു റിലീജിയൻ, സൗത്ത് ഇന്ത്യക്ക് തന്നെ ആയിട്ടുള്ള ഒരു റിലീജിയൻ, നമ്മൾ ഫോളോ ചെയ്തൊരു ജീവിത രീതിയും നമ്മുടെ എന്താണ് സംസ്കാരമൊക്കെ ഒരു റിലീജിയനാണ്. അപ്പോൾ ഈ ദ്രവീഡിയൻ റിലീജിയൻ എന്ന് പറയുന്നത് ഹിന്ദുയിസം ആണോ? എന്താ ഒരു ഹിന്ദുയിസത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലുള്ള റിലീജിയസ് ഐഡിയാസൊക്കെ ഹിന്ദുയിസം വിഴുങ്ങും. അതായത് ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു വലിയൊരു സംസ്കാരവും റിലീജിയൻ ആകുമ്പോൾ ഈ ദ്രവീഡിയൻ റിലീജിയൻ പിന്നീട് എന്തിലേക്ക് സബ്മർജ് ചെയ്തു പോയി? ഹിന്ദുയിസത്തിലേക്ക് സബ്മർജ് ചെയ്തു പോയി. അപ്പോൾ ഹിന്ദുയിസം വന്ന് എല്ലാ അങ്ങനെയുള്ള പല സംസ്കാരങ്ങളും എന്തെങ്കിലും ദൈവങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതെല്ലാം കൂടെ ഏതിൻ്റെ അണ്ടറിലായി പോയി? ഹിന്ദുയിസത്തിൻ്റെ അണ്ടറിലായി പോയി. അപ്പം നമുക്ക് സംഘ കാലഘട്ടത്തിൽ ഹിന്ദുയിസം ആണോ എന്ന് ചോദിച്ചാൽ
സെപ്പറേറ്റ് ഹിന്ദുയിസം ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവിടെ എന്താണ് ഒരു ദ്രവീഡിയൻ റിലീജിയൻ ആയിരുന്നു. പക്ഷേ ഈ ദ്രവീഡിയൻ റിലീജിയൻ പിൽക്കാലത്ത് ആരുടെ കയ്യിൽ അകപ്പെട്ടു പോയി? ഹിന്ദുയിസത്തിനാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ സംസ്കാരങ്ങളായിരിക്കും. പിന്നീട് കാലക്രമേണ അതെന്താണ് ഏതെങ്കിലും ഒരു വലിയ സംസ്കാരത്തിന്റെ അണ്ടറിലായി പോകും. അങ്ങനെ ദ്രവീഡിയൻ കാലഘട്ടത്തിൽ, സംഘ കാലഘട്ടത്തിൽ നമുക്ക് ദ്രവീഡിയൻ റിലീജിയൻ ആയിരുന്നു. ബാക്കി റിലീജിയൻസിനെ പറ്റി നമുക്കറിയാം. പക്ഷെ പിന്നീട് എന്താണ് ഇതെല്ലാം എന്തിലേക്ക് മാറി? ഹിന്ദുയിസത്തിലേക്ക് മാറി. ഇനി കുറച്ച് ടേംസ്, ഇതുപോലത്തെ ടേംസ് കൂടെ ഉള്ളു നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കാൻ. അതിൽ ആദ്യമായിട്ട് വരുന്നതാണ് അർമീച്ചാർ. അർമീച്ചാർ അരമനയിൽ വാഴുന്നവൻ ആരാണ്? മിനിസ്റ്ററാണ്. പുരോഹിതർ, നമുക്കറിയാം പുരോഹിതന്മാർ എന്താണ് റിലീജിയസ് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ദൂതന്മാർ, അതായത് സ്പൈസ്, എന്താണ് ചാരന്മാർ, എൻവോയ്സ്. സേനാപതിയർ, സേനാപതി എവിടെ വരുന്നത്? നമുക്ക് എന്താണ് ഒരു സൈന്യം ഉണ്ടെങ്കിൽ അതിന്റെ ഹെഡ് ആയിരിക്കും ആര്? സേനാപതി. ഇതൊക്കെ നമുക്ക് പേര് കേട്ട് എഴുതാം. വേടർ, വേടന്മാർ ആരാണ്? ഫുഡ് ഗാദറേഴ്സ് അല്ലെ, ഹണ്ടേഴ്സ്. പരാത്തവർ, പരാത്തവർ എന്ന് വെച്ചാൽ ഫിഷർമാനാണ്. ഇതൊക്കെ ജസ്റ്റ് എന്താണ് സംഘകാലത്തിലെ ടേമുകൾ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, പരാത്തവർ ഈസ് റിലേറ്റഡ് ടു ഫിഷർമാന്, എന്താണ് ഫാർമർ, അങ്ങനെ ഒരു ഓപ്ഷൻസ് തന്നാൽ എഴുതാൻ പറ്റണം. അതുകൊണ്ടാണ് എന്താണ് ടേംസും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസും പറയുന്നത്. പിന്നെ വരുന്നതാണ് സോഷ്യൽ ഗ്രൂപ്പിങ്ങിൽ ഉളവർ. ഉളവർ ഉഴുതുമറിക്കുന്നവരാരാണ്? അഗ്രികൾച്ചറിസ്റ്റ് ആണ്. കുറവർ, കുറവർ ആരാണ്? ഷിഫ്റ്റിംഗ്, ഒരിടത്തുനിന്ന് ഷിഫ്റ്റ് ആയി പോകുന്ന ആൾക്കാരാണ്. ഇഡല്യർ, കാറ്റിൽ ഹോൾഡേഴ്സ്, എന്താണ് പശുക്കളുടെയൊക്കെ അധികാരികളാണ്. കല്ലാർ, കല്ലാർ എന്ന് പറയുന്നത് എന്താണ് കള്ളന്മാർ എന്നൊക്കെ വരും. പ്ലണ്ടറർ ഓഫ് കാറ്റിൽ, അതായത് കാറ്റിൽ മോഷ്ടിക്കുന്ന ആൾക്കാർ ആണ് കള്ളർ, കള്ളന്മാർ. അപ്പം ഇങ്ങനെയുള്ള തമിഴ് വാക്കുകളിൽ നിന്നായിരിക്കും പിന്നീട് എന്താണ് കല്ലർ മാറിയിട്ടാണ് പിന്നീട് മലയാളത്തിലേക്ക് കള്ളൻ എന്നൊക്കെ വന്നത്. ഇത് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് തമിഴിൻ്റെ ഒരു നമുക്ക് മിക്കവാറും നമുക്ക് എന്തുകൊണ്ടാണ് തമിഴ് സിനിമകൾ മനസ്സിലാകുന്നത്? അത്രയും റിലേറ്റഡ്, നമുക്ക് കണ്ടാൽ അത് മനസ്സിലാകാൻ പറ്റും. അപ്പം അത്രയും തമിഴും മലയാളമായിട്ട് ബന്ധമുണ്ട്. മലയാളം എന്ന ഭാഷ വന്നത് തമിഴ് ജന്യവാദം എന്ന് പറയുന്നൊരു വാദം നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ തമിഴ് ജന്യവാദമാണോ, സംസ്കൃതത്തിൽ നിന്നാണോ, അതോ മിശ്ര ഭാഷയാണോ, അതൊക്കെ പല വാദങ്ങളാണ്. നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ തമിഴുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ എന്തുണ്ട്? മലയാളത്തിനുണ്ട്. അപ്പോൾ സംഘകാലഘട്ടം എന്ന് പറയുന്ന ആരുടെയും കൂടെയാണ്? മലയാളികളുടെ കൂടെയാണ്. ഈ സംഘം ലിറ്ററേച്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളുള്ളൂ, എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും ഇല്ല. ഇതിൽ എന്താണ് അസംബ്ലി ഓഫ് തമിഴ് സ്കോളേഴ്സ് ആണ്. ആരാണ്? പാണ്ഡ്യൻ കിങ്സ് ആണ് ഇത് പ്രൊമോട്ട് ചെയ്തത്. ഈ മൊത്തം സംഘം ഏജിനെയാണ് ഗോൾഡൻ അല്ലെങ്കിൽ ഓഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നത്. ഈ തമിഴ് അല്ലെങ്കിൽ സദേൺ ഹിസ്റ്ററിയുടെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന കാലഘട്ടമാണെന്ത്? സംഘം ലിറ്ററേച്ചർ. അപ്പോൾ തമിഴ് സ്കോളേഴ്സ്, തമിഴ് സോഴ്സസ് വെച്ച് നോക്കുകയാണെങ്കിൽ തമിഴ് ലിറ്ററേച്ചറിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആളാണ് അഗസ്ത്യർ. അഗസ്ത്യർ, അഗസ്ത്യരുടെ പേര് നിങ്ങൾക്ക് എന്താണ് നോർത്തിലും സൗത്തിലും കേൾക്കാം. നമ്മൾ പല ബുക്കുകളിലും അഗസ്ത്യനെ കാണാം. അപ്പം ആ നോർത്ത് സൗത്ത് ബന്ധം ഇതിൽ മനസ്സിലാവും, അഗസ്ത്യരുടെ മനസ്സിലാക്കാൻ പറ്റില്ല. നോർത്തും സൗത്തുമായിട്ട് എന്താണ് റിലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫാദർ ഓഫ് തമിഴ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആരാണ്? അഗസ്ത്യരാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഘം വർഷം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. തമിഴ് ഗ്രാമർ ആണ് ഇത്. തോൽക്കാപ്യം എഴുതിയത് ആരാണ്? തോൽക്കാപ്യാർ. ഇനി തിരുക്കുറലാണ് ഫിഫ്ത്ത് വേദ അല്ലെങ്കിൽ തമിഴ്നാടിന്റെ ബൈബിൾ എന്ന് പറയുന്നത്. ഇതെന്താ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, കുറലിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇനി പറയുന്ന ഗ്രാമർ ബുക്ക് നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ ഇതൊക്കെ എഴുതാൻ ഗ്രാമർ വേണം. അങ്ങനെയുള്ളൊരു ബുക്കാണ് അഗത്യം. അപ്പൊ അഗത്യത്തിൻ്റെ അകത്ത് എന്താണ്? ഗ്രാമർ ഓഫ് ലെറ്റേഴ്സ്. അത് 3 പാർട്ടായിട്ട് ആരെഴുതിയാണ്? സെയിന്റ് അഗത്യർ എഴുതിയ ബുക്കാണ് എന്ത്? അഗത്യം. അപ്പൊ തോൽക്കാപ്പി എഴുതിയത് ആരാണ്? തോൽക്കാപ്യർ. തിരുക്കുറൽ എഴുതിയത് നമ്മൾ പറഞ്ഞായിരുന്നു തിരുത്തക്കദേവർ. പിന്നെ ഏതാണ്? അഗത്യം എഴുതിയത് ആരാണ്? അഗത്യർ. അടുത്തത് സിലപ്പതികാരം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആരാണ് എഴുതിയത്? ഇളങ്കോ അടികളാണ് എഴുതിയത്. മണിമേഖലൈ ആരാണ്? സത്തലൈ സത്തനാറാണ്. പിന്നെ എന്താണ്? ജീവക ചിന്താമണി. പിന്നെ അതിൽ പറയാത്തത് ഇതാണ് ഭാരത്മാൻ. ഭാരത്മാൻ എഴുതിയത് ആരാണ്? പെരുദേവനാർ. പെരുദേവനാർ. അപ്പോൾ മെയിനായിട്ട് സംഘകാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ബുക്കുകൾ പഠിക്കുക, റിലേറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുക. അപ്പോൾ സംഘകാലഘട്ടം എന്ന് പറയുമ്പോൾ തമിഴിൻ്റെ ഹിസ്റ്ററി ആണെങ്കിൽ അത് മലയാളവുമായിട്ട് എങ്ങനെ ബന്ധു? അപ്പോൾ മലയാളം സിനിമാ പാട്ടുകളും തിരുവാതിര പാട്ടുകളും എന്തുകൊണ്ട് ഈ വരികൾ അവർ ഉപയോഗിച്ചു? അപ്പോൾ അത്രയും റിലേഷൻസ് എന്താണ് നമ്മൾ ഉണ്ടായിരുന്നു, അത്രയും നമ്മുടെ കൂടെ ഒരു ഹിസ്റ്ററി ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ എന്താണ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടും പിന്നെ എന്താണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? ഈ തിണയകൾ ബന്ധപ്പെടുത്തിയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതാണ് നമ്മുടെ ഒരു ലാസ്റ്റ് പോർഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി വർക്ക്സ്. അതിൽ തോൽക്കാപ്യം ഓതറാരാണ്? തോൽക്കാപ്യാർ. കണ്ടന്റ് എന്താണ്? തമിഴ് ലാംഗ്വേജിൻ്റെ സ്റ്റഡിയും പൊളിറ്റിക്സും എക്കണോമിക്സും ഒക്കെയാണ്. പിന്നെ വരുന്ന ഒരു ബുക്കാണ് എട്ട് തൊകൈ. എട്ട് തൊകൈ 8 ആണെന്നുള്ളത്, അതായത് 8 കമ്പൈലേഷൻസ് ആണ്. ഇത് എഴുതിയത് ആരാണ് നമുക്ക്? കാരണം സംഘകാലഘട്ടത്തിൽ പല ഭാഗങ്ങളായിട്ട് പല ആൾക്കാർ എഴുതിയാണ്. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഓതർ വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? വേരിയസ് പേഴ്സൺ, പല ആൾക്കാർ എഴുതിയ ഒരു 8 കമ്പൈലേഷൻസ് ആണ് എന്ത്? 8 തൊകൈ എന്ന് പറയുന്നത്. അപ്പോൾ പേര് നോക്കിയാൽ ഐങ്കുന്നൂര്, നരിന്നെയ്, അകന്നന്നൂര്, പുറന്നന്നൂര്, കുരുന്തോകൈ. ഇതൊക്കെ സംഘ തമിഴാണ്, സംഘകാലഘട്ടത്തിൽ തമിഴാണ്. അതിൽ വരുന്ന പേരുകളാണ്. പിന്നെ വരുന്നതാണ് 10 പാട്ട്.
10 പാർട്ട് അല്ലെങ്കിൽ 10 ബുക്സ്. ഇതിലെന്താണ് 10 കമ്പൈലേഷൻസ് ആയിരിക്കും വരുന്നത്. അതും എന്താണ് പല പല പോയിറ്റ്സ് എഴുതുന്നതാണ്. അപ്പോൾ നമുക്ക് തിരുമുരുകരു പാട്ട്, പൊരുന്നന്നൂര് പടി, മുല്ലൈ പാട്ട്, ഇതൊക്കെ എന്താണ് ആ കാലഘട്ടത്തിലെ തമിഴ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. ഇനി വരുന്നത് 11 കിലക്കണക്ക്. ഓക്കെ, 11 കിലക്കണക്ക്. അതും വരുന്നത് എന്താണ് പല പല ആൾക്കാരാണ് എഴുതിയത്. ഇത് എഴുതുന്നത് എന്താണ് എത്തിക്കൽ മോറൽ വാല്യൂസ് ഒക്കെ പറയുന്നതാണ്. ആരൊക്കെ എഴുതിയിട്ടുണ്ട്? ഇതിൻ്റെ അകത്ത് ഏതും വരുന്നുണ്ട്, കുറൽ, തിരുവള്ളുവർ എഴുതിയ തിരുക്കുറലും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് നോക്കിയത് ഏത് കാലഘട്ടമായിരുന്നു? സംഘകാലഘട്ടം, അതായത് ചോള ചേര പാണ്ഡ്യാസിന്റെ ആദ്യ കാലഘട്ടം, ഏൻഷ്യന്റ് ഇന്ത്യയിലുള്ള കാലഘട്ടമാണ് സംഘകാലഘട്ടം. വരുന്ന ടൈം പീരീഡ് ഏതാണ്? 300 BC മുതൽ 300 AD, അതിനിടയിലുള്ള വർഷങ്ങൾ. ആ വർഷങ്ങളിൽ എഴുതപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ബുക്കുകൾ അതെങ്ങനെ മലയാളത്തിൻ്റെ നമ്മുടെ ഹിസ്റ്ററിയുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. അതുകൂടാതെ എന്താണ് നമുക്ക് പഠിക്കേണ്ടത്? തിണേഴ്സ്. ആ ഭാഗത്തു നിന്ന് SSCക്കും റെയിൽവേക്കും ഒക്കെ ചോദ്യങ്ങൾ വന്നേക്കുന്നത് തിണൈകൾ ബേസ് ചെയ്ത് ആ ജോഗ്രഫിക്കൽ ഡിവിഷൻ, അവിടുത്തെ എന്താണ് ഓക്കുപ്പേഷൻ, അവരെന്താണ് ആരാധിച്ചിരുന്ന ദൈവങ്ങൾ, ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ ആ തിണൈകൾ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക, ബുക്കുകൾ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. പിന്നെ മനസ്സിലാക്കുക എങ്ങനെയാണ് ഈ ഹിസ്റ്ററി പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ഇപ്പോൾ തമിഴ് പഠിക്കുകയാണെങ്കിൽ തമിഴ് എന്ന് പറയുന്ന ആ ഒരു ബൗണ്ടറി മാത്രമേ വരുന്നുള്ളൂ, കേരളം വരുന്നുണ്ടോ, ആന്ധ്ര വരുന്നുണ്ടോ, കർണാടക വരുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ എവിഡൻസസ് നമുക്ക് എങ്ങനെ കാണാം, എങ്ങനെ റിലേറ്റ് ചെയ്താൽ. അതുപോലെ തന്നെ നമ്മൾ ഒരു ബുക്കിനെ വെച്ചിട്ട് ഒരു കാലഘട്ടത്തിലെ ഹിസ്റ്ററി മൊത്തം എങ്ങനെ പറയും? ഇപ്പോൾ നമ്മൾ സിലപ്പതികാരം വെച്ചിട്ട് ആ ഒരു ബുക്കിൻ്റെ കഥ വെച്ചിട്ട് മാത്രം നമുക്ക് എങ്ങനെ ഹിസ്റ്ററി പറയാൻ പറ്റും? ട്രേഡ് ഉണ്ടായിരുന്നോ, ആ ഒരു സൊസൈറ്റി എങ്ങനെയായിരുന്നു, കിങ് ഉണ്ടായിരുന്നോ, അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താണ് പഠിക്കാനോ എളുപ്പമായിരിക്കും, പിന്നെ ഓർത്തിരിക്കാനും എളുപ്പമായിരിക്കും. നമ്മൾ സംഘകാലഘട്ടമാണ്. ഇനി നമുക്ക് ഏൻഷ്യന്റിൻ്റെ ഈ ഒരു ഭാഗം തീരണമെങ്കിൽ രണ്ട് ക്ലാസ് കൂടെ വേണമായിരിക്കും. ഒന്ന് വരുന്നത് ഗുപ്ത എംപയറും, ഇനി വരുന്ന ഏതാണ് ലാസ്റ്റിൽ ഹർഷവർദ്ധന എംപയർ. ഈ 2 എംപയേഴ്സ് എടുത്താൽ ഏൻഷ്യന്റിൻ്റെ ഈ ഒരു സീരീസിൽ നമുക്ക് എന്താണ് തീർന്നിട്ട് പിന്നീട് നമുക്ക് മിഡീവൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എന്താണ് 1-2 കമന്റ് ഞാൻ കണ്ടായിരുന്നു, ഒന്ന് സ്ലൈഡിൻ്റെ ആ ഒരു ഭാഗത്ത് നിൽക്കുന്നത്, പിന്നെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ, ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു ബ്രേക്ക് വന്നായിരുന്നു. പിന്നെ കറക്റ്റായിട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുന്നിടം വരെ ബൈ.